മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ആപൽകരമായ ഒരു അവസ്ഥ വിസ്തരണം ചെയ്തുകൊണ്ട് അതാ അലിയും ഹംസയും സുബൈറും അതാ കുളിക്കുകയാണ് പടക്കളത്തിൽ. എങ്ങനെയെന്ന് കൂടി കേൾക്കോ. അലിയും ഹംസ സുബൈറും ധീരതയോടെ കുതിക്കുകയാണ് ചേലിൽ കരമിൽ തിളങ്ങിടും വാളുമായ ഭൂതുജാനയും നീങ്ങി മാറ്റിയ ഖുറൈശികൾ ചിന്ന ചിഹ്നമതായി ഓടുകയാണ് ഔഫിൽ പന്തി പോൽ പല തല വീണു പലരുടെ രക്തപുഴയൊഴുകുന്നു. അലിയും ഹംസയും സുബൈറും ധീരതയോടെ കുതിക്കുകയാണ് ചേലിൽ കരമിൽ തിളങ്ങിടും വാളുമായി അബൂജഹലും നീങ്ങി ഈ മാറ്റിൽ ഖുറൈശികൾ ചിഹ്നമതായി ഓടുകയാണ് ഖൗഫിൽ പന്തി പോലെ തല വീണി പലരുടെ രക്തപുഴ ഒഴുകുന്നു. ആലോചിക്കുന്നു ഇനി ചെയ്യുമെന്നിന്നെ ആ മല മുകളിൽ അവരേക്കുന്ന് കയ്യടക്കണം വേഗം ദൈവമേ ചിന്തിച്ചിതേരി അവർ കേൾക്കുകയാണൊരു ശ്വാസം വലിച്ച് അതിനാൽ സന്തർപ്പത്തിനെ കാത്ത് വിലപ്പെട്ട സമയങ്ങൾ കഴിയുന്നുണ്ട്. വൈരാഗ്യം തീരം പാടുന്നുണ്ട്. വിലപ്പെട്ട സമയങ്ങൾ കഴിയുന്നുണ്ട്. വൈരാഗ്യം ദീർഘം പാടുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബ അലി ഇബ്നു അബീ താലിബ്, ഹംസത്തുൽ ഖറാർ, സുബൈർ ഇബ്നു ഹബ്ബാൻ, ഈ മൂന്ന് സ്വഹാബികൾ നേതൃത്വം നൽകിക്കൊണ്ടുള്ള പട അതാ അബൂ സുഫിയാന്റെ പട്ടാളക്കാരുമായി ഓട്ടപ്പട ആരംഭിക്കുകയാണ്. വ്യക്തികള് കുത്തുകള് തട്ടുകളുമായി കൊണ്ട് യുദ്ധം അങ്ങോട്ട് ആരംഭിച്ചപ്പെട്ടു. മുകൾ ഭാഗത്ത് നിന്ന് റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ഒഴുക്കുന്ന അമ്പുകൾ തടയാൻ അബൂ സുഫിയാന്റെ പട്ടാളക്കാരെ കൊണ്ട് കഴിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്, പല കൈകളെയും പല കാതുകളെയും പല മൂക്കളെയും തുറച്ചുകൊണ്ട് അമ്പല ചിരിപ്പായുകയാണ്. മല പോലെ നിന്നിട്ട് ഇവിടെ ഇന്ന് വെട്ടിയിട്ട് കൂടെ സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അബൂ സുഫിയാന്റെ പട്ടാളം ചിതറി ഓടുകയാണ്. അവർക്ക് നേരിട്ട് നിൽക്കാൻ കഴിയുന്നില്ല, കാറിറക്കുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. അവർ ജീവനും കൊണ്ടോടുകയാണ്. ഓടുന്നു എന്ന് മാത്രമല്ല, നിക്കാപ്പൊറുതിയില്ല. അപ്പോഴേക്കാണ് ഇക്രീമത്ത്, ഖാലിദ്, അബൂ സുഫിയാന് ഒരു ഭാഗത്ത് കൂടി ചിന്തിക്കുകയാണ്, ഇനി എന്താണ് ചെയ്യുക? സ്വഹാബത്തിന് അക്രമങ്ങളെ പിടിച്ചു നിൽക്കാൻ അബൂ സുഫിയാന്റെ പട്ടാളക്കാരെ കൊണ്ട് കഴിയുന്നില്ല. അമ്പുകൾ സഹിക്കാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണോ? വിലപ്പെട്ട സമയങ്ങൾ ഇങ്ങനെ കഴിയുകയാണ്. അതേ ചിന്തിച്ചിരുകയാണ് പട്ടാളക്കാരൊക്കെ. അവസാനം എന്ത് വേണം? അബൂ സുഫിയാൻ പറഞ്ഞു, ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. എന്ത്? ആ മലമുകൾ അങ്ങോട്ട് കയറുക. ആ അമ്പയത്തിനെ ഇല്ലായ്മ ചെയ്തില്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ മലമുകളിൽ കയറിയിട്ട് അവിടെയുള്ള മുഹമ്മദിന്റെ സ്വഹാബികളെ കൊന്നിട്ട് ആ മലയുടെ കൈയൊതുക്കുക. അങ്ങനെ കൈയൊതുക്കി കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് നമുക്ക് പടയെ നിയന്ത്രിക്കുവാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് മല കയറണം. അവിടെ കൂടാലോചന എന്ത് ചെയ്യണം? മല കയറണം. എങ്ങനെയാണ് മല കയറുന്നത്? അല്ലാണ്ട് വിഷമത്തിലാണ്. അവിടെ അമ്പടിച്ച് സാബത്ത് നിൽക്കുന്നുണ്ട്. കേറുമ്പോ തന്നെ കാറ്റിക്കളയോ സ്വഭാവത്ത് കയറാൻ പറ്റൂല. എന്ത് ചെയ്യും? ചിതറുകയാണ് അബൂ സുഫിയാന്റെ പട്ടാളം. നെട്ടോട്ടം ഓടുകയാണ് പട്ടാളം. നിക്കാപ്പൊഴുതിയില്ലാതെ പട്ടാളം അന്തം വിടുകയാണ്. എന്ത്? ഈ തുച്ഛമായ സ്വഭാവത്തിന്റെ മുമ്പിൽ മെച്ചമായ അബൂ സുഫിയാന്റെ പട്ടാളക്കാർക്ക് പിടിച്ചിൽ കഴിയുന്നില്ല. കൊത്തുകളും വെട്ടുകളും സഹിക്കാൻ അത് തടയാം. പക്ഷേ മുകൾ ഭാഗത്ത് വരുന്ന അമ്പുകളെ തടയാൻ കഴിയുന്നില്ല. മലമുകളിലേക്ക് എങ്ങനെ കയറും? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അബൂ സുഫിയാൻ, ഇക്രീമത്ത്, ഖാലിദ്. നേതാക്കന്മാർ ചിന്തിക്കുന്നു, നമ്മുടെ സ്വഹാബികൾ എന്ത് ചെയ്തു എന്ന് കൂടി കേൾക്കുക. സ്വത്തുകൾ വാരിക്കൂട്ടുന്നല്ലോ സ്വഹാബികൾ, പോയിടാം നമുക്കും താഴ്വരാ. ശത്രുക്കൾ സ്ഥലം വിട്ടുപോയി, ഇനിയോട്ട് ഭയമില്ല എന്നൊത്ത് സ്വഹാബരാ. തടയുന്നു അവരെ സുബൈറരാ. സ്വത്തുകൾ വാരിക്കൂട്ടുന്നല്ലോ സ്വഹാബികൾ, പോയിടം നമുക്കും താഴ്വരാ. ശത്രുക്കൾ സ്ഥലം വിട്ടുപോയി,
പോകല, നേതാവിൻ വാക്കും നിങ്ങൾ ധിക്കരിക്കല്ല, തിരുനബി വിളിച്ചാലല്ലാതെ ആരും പോകല്ല, നേതാവിൻ വാക്കും നിങ്ങൾ ധിക്കരിക്കല്ല, ആപത്തി ഭാവിക്കുക തടുക്കാൻ കഴിയില്ല. അപ്പോഴതാ ചില ഉത്തരം നൽകുന്നു, തിരുവേണി ചുമത് യുദ്ധം നടക്കുകയെ അത് ചെയ്യുന്നേ, ശത്രുക്കൾ വാരിക്കൂട്ടുന്നല്ലോ സ്വഹാബികൾ, പോയിടാം നമുക്കൊന്ന് താഴ്വരാ, ശത്രുക്കൾ സ്ഥലം വിട്ടു പോയി, ഭയമില്ലായ്മത്ത് സാബരാ, തടയുന്നു അവരെ സുബൈറയാ. അബൂ സുഫിയാന്റെ പട്ടാളം ജീവനും കൊണ്ട് പല ഭാഗത്തേക്ക് ഓടുകയാണ്, അവരോട് ചിരിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സുഹാബ അവിടെ വിജയം വരിക്കുകയാണ്. പൂർണ്ണമായ വിജയം സുഹാബത്തിന്റെ കയ്യിലാണ്. അബൂ സുഫിയാന്റെ പട്ടാളം ജീവനും കൊണ്ട് ഓടിക്കഴിഞ്ഞു. അപ്പോഴേക്ക് താഴെയുള്ള സ്വഹാബത്ത് അബൂ സുഫിയാന്റെ പട്ടാളക്കാർ ഒഴിച്ചിട്ട് പോയ വാളുകള്, അമ്പുകള്, ചാത്തുളികള്, ആയുധങ്ങള്, പടക്കോപ്പുകള് ഒക്കെ വാരിക്കൂട്ടുകയാണ്. സ്വഹാബത്ത് വാരിക്കൂട്ടുന്നു. ഇതാര് കണ്ടു? മുകളിൽ അമ്പെയ്ത്ത് സ്വഹാബത്ത് കണ്ടു. അബൂ സുഫിയാന്റെ പട്ടാളം ചെറിയ ഓടിയിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ആയുധങ്ങളും പടക്കോപ്പുകളും പട്ടണ സാധനങ്ങളും ഒരുമിച്ച് കൂട്ടുന്നു. ഇത് കണ്ട അമ്പെയ്ത്തിന് നിയോഗിച്ച സ്വഹാബത്ത് പറഞ്ഞു, നമുക്ക് പൂർണ്ണമായ വിജയമുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പടക്കളത്തിലേക്ക് ഇറങ്ങാം. ശത്രുക്കൾ പോയിട്ടുണ്ട്, ഇനി മലമുകളിൽ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് താഴെ ഇറങ്ങാം എന്ന് ചില സ്വഹാബത്ത് പറഞ്ഞപ്പോൾ മഹാനായ ലീഡർ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി വിളിച്ചാലല്ലാതെ ഇറങ്ങാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി കർക്കശമായി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇറങ്ങരുത് എന്ന് മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ സഹാബികൾ ന്യായം പറഞ്ഞു, ഓ സുബൈറെ, അത് റസൂലുള്ളാഹി പറഞ്ഞത് യുദ്ധം നടക്കുകയാണെങ്കിലാണ്, ഇപ്പൊ യുദ്ധം കഴിഞ്ഞിട്ടുണ്ട്. അവരെ ന്യായം അതായിരുന്നു, യുദ്ധം നടക്കുന്നെങ്കിലാണ് ഇറങ്ങണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. ഇത് യുദ്ധം കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് മലമുകളിൽ നിർത്തിയ 51 സ്വഹാബത്തിൽ നിന്ന് 13 സ്വഹാബികൾ ഒഴികെ ബാക്കിയുള്ളവർ പടക്കളത്തിലേക്ക് ഇറങ്ങി. റസൂലുള്ളാഹിന്റെ കൽപ്പന, ഞങ്ങൾ മരിച്ചാലും വിജയിച്ചാലും നിങ്ങൾ പടക്കളത്തിലേക്ക് ഇറങ്ങി വരരുത്, ഞാൻ വിളിച്ചെങ്കിൽ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് മഹാനായ പ്രവാചകർ പറഞ്ഞിരുന്നു. സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോകരുത് മക്കളെ, പോകരുത്. നേതാവിന്റെ കൽപ്പന, നേതാവിന്റെ വാക്ക് അംഗീകരിക്കണം, അംഗീകരിച്ചില്ല അപകടം വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇറങ്ങരുത് എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്തിൽ ഭൂരിപക്ഷവും പറഞ്ഞു, അത് യുദ്ധം നടക്കുമ്പോഴേക്കാണ് ബാധകമുള്ളത്, ഇപ്പോൾ യുദ്ധം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ 12 സുബൈറും അങ്ങനെ 13 പേരൊഴികെ ബാക്കിയുള്ള സ്വഹാബത്തെല്ലാം പടക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ്, എന്താണ് സംഭവിക്കുക എന്ന് കൂടി കേൾക്കട്ടെ. ഓർക്കാൻ പുറത്താണ് തടുക്കാൻ വയ്യ, എല്ലാ പിടയും സഹിക്കാൻ വയ്യ, നുരത്തിക്കൊണ്ട് വൈരി പാടകല്ലത പൊരുതുന്നുണ്ട്. പാടിയാറിൽ മുഴങ്ങിടുന്നേ സഹപോറി പാലേതിക്കായി ഭയന്നോടുന്നേ, ൂരാമ്പുകൾ നാട്ടി ഷഹീദ പലരൂ പോരാ തിടുന്നു ചിലരോ. 12 സ്വഹാബത്തിന് വാക്കി നിർത്തിയിട്ട് ബാക്കിയുള്ള സ്വഹാബത്തുകൾ പടക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അത് തന്നെ ചാൻസ് ആണെന്ന് മനസ്സിലാക്കി അബൂ സുഫിയാന്റെ പട്ടാളം മലമുകളിൽ അങ്ങോട്ട് കയറി. മലമുകളിൽ അങ്ങോട്ട് കയറി എന്ന് മാത്രമല്ല, അവിടെയുള്ള സുബൈർ റളിയല്ലാഹു അൻഹു അടക്കം 13 പേരെ അബൂ സുഫിയാന്റെ പട്ടാളം കശാപ്പ് ചെയ്തു. അവരെയുള്ള 13 പേരെ കശാപ്പ് ചെയ്ത് കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, അമ്പെയ്ത്ത് ആരംഭിച്ചു. ഇവിടെ ആയുധങ്ങളും പടക്കോപ്പുകളും വാരിക്കൂട്ടുന്ന സ്വഹാബത്തിലേക്ക്
നേരെ മലമുകൾ വെച്ചുകൊണ്ട് അബൂ സുഫിയാന്റെ പട്ടാളം അമ്പെയ്ത്താരംഭിച്ചപ്പോൾ എവിടെയുള്ള സ്വഹാബത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അല്പം മുമ്പ് സംഭവിച്ച അതേ സംഭവം ഇപ്പോൾ വിഭിന്നമായി മാറിയിരിക്കുകയാണ്, ഓപ്പോസിറ്റായി വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിലേക്ക് നേരെ അബൂ സുഫിയാന്റെ പട്ടാളം മലമുകൾ വെച്ചുകൊണ്ട് പടക്കളത്തിന് കമ്പെയ്തു. ഈ അമ്പുകളെ തടയാൻ സ്വഹാബത്തിനെ കൊണ്ട് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, പല സ്വഹാബത്തും ഷഹീദായി വീഴുകയാണ്, പെടുന്ന് ഷഹീദാവുകയാണ്. പല സ്വഹാബത്തിന്റെ കൈ നഷ്ടപ്പെടുകയാണ്, കണ്ണ് നഷ്ടപ്പെടുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അതാ ഷഹീദാവുകയാണ്. ഇങ്ങനെ പ്രഗത്ഭരായ സ്വഹാബത്ത് അമ്പേറ്റുകൊണ്ട് ഷഹീദാകുന്നുവെന്ന് മാത്രമല്ല, അതാ പടക്കളത്തിലേക്ക് നോക്കൂ, വൈകുന്നേരമായിരിക്കുന്നു, മകരിവായിരിക്കുന്നു, സൂര്യമസ്തമിക്കാൻ വേണ്ടി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, പടക്കളത്തിന്റെ അവസ്ഥ കണ്ടോളൂ. പലരും അവരെ രുചി നോക്കി മരിച്ചേ. പടക്കളത്തിലേക്ക് ഓടി വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനെ ക്രൂരമായ മർദ്ദനം അഴിച്ചു വിടുകയാണ്. മുകൾമാകെ തമ്പുകൾ വരികയാണ്. സ്വഹാബത്ത് പലരുമായി മരിക്കുകയാണ്. അതേ സമയത്ത് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് പലരും ചിതറി ഓടുകയാണ്, വീണ് ഷഹീദാകുകയാണ്. മഗ്‌രിബിന്റെ ടൈമായിരിക്കുന്നു, അപ്പുറം ഇപ്പുറം ആളെ തിരിച്ചുള്ള അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതേ സമയത്ത് ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, മഹാനായ റസൂലുള്ളാഹി ഈ മൂന്ന് പേരിൽ നിന്ന് ആരെങ്കിലും ഒന്നിനെ കൊല്ലണമെന്ന വാശിയോടുകൂടെ ഞാൻ കൊല്ലാമെന്ന് ഏറ്റുകൊണ്ട് അതേ ഈ ഇടത്താൽ ഊട്ടപ്പെട്ട ചാട്ടുളിയുമായിട്ട് വന്ന വാസി ഇങ്ങനെ കാത്തിരിക്കുന്നു. ആരെ കിട്ടുമെന്ന് കാത്തിരിക്കുന്നു. അതാ മടിമറന്നുകൊണ്ട് പൊരുതുകയാണ് പടക്കളത്തില്. എല്ലാം പരിസരം മറന്നുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു കുതിക്കുകയാണ്. പലരുടെയും വാളുകൾക്ക് മുമ്പിൽ പടരാതെ കണ്ട് അവർ ഹംസയുടെ വാളിൽ ചേർന്നുകൊണ്ട് പല പട്ടാളക്കാരും വീഴുകയാണ്. അങ്ങനെ ഈ മൂന്ന് പേരിൽ നിന്ന് ഒരാൾക്ക് വേണ്ടി ദായിച്ചിരിക്കുന്ന വാസി എന്ന അധികാരി മഹാനായ അംഗത്തോടെ കാണുമോ? റസൂലുള്ളാഹിനെ കിട്ടുമോ? അലിയാർ തങ്ങളെ കിട്ടുമോ? ഈ മൂന്നിൽ നിന്ന് ആരെങ്കിലും ഒന്നേ വധിച്ചാൽ എനിക്ക് അടിമത്ത മോചനമുണ്ട്, പുറമെ എനിക്ക് പാരിതോഷങ്ങൾ നൽകപ്പെടും, എനിക്ക് അധികാരങ്ങൾ നൽകപ്പെടും, എനിക്ക് സ്ഥാനമാനങ്ങൾ നൽകപ്പെടുമെന്ന് കാത്തിരിക്കുന്ന വാസി ഈ മൂന്നിൽ നിന്ന് ഒരാളെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ വാള് അമ്മ പിടിച്ചൊരു കാത്തിരിക്കുക, ചാട്ടി പിടിച്ചിട്ട്. ആരെ കിട്ടും? മുഹമ്മദിനെ കിട്ടോ? അലിയെ കിട്ടോ? ഹംസയെ കിട്ടോ? കൊല്ലണം. ഈ വാശിയുടെ വാസി നിൽക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇവരിൽ മൂന്നിൽ നിന്ന് ഒരുത്തരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ പട്ടാളക്കാരെ വാസി ഹംസ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. കണ്ട് ഹംസ റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ പോയി ചാട്ടുളി എടുത്തെറിയാൻ നോക്കുമ്പോൾ ഹംസ റളിയല്ലാഹുവിന്റെ മുഖം കണ്ടുകൊണ്ട് വാസിക്ക് പേടിയാകുന്നു. പലപ്പോഴും വാസി ഹംസയെ വളരെയാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ആക്രമിക്കാൻ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഹംസത്തോടെ മുഖം കണ്ടപ്പോൾ വാസിക്ക് പേടിയാകുന്നു. വാസി അറിയാൻ നിൽക്കുന്നില്ല, പക്ഷേ കൊന്നെങ്കിലേ എനിക്ക് സ്ഥാനമുണ്ടാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ വാസി എന്ത് ചെയ്തു? ആ അത്ഭുതകരമായ കണ്ണീരിൽ കുതിർന്ന കഥ ഇതാ വരുന്നു നിങ്ങളിലേക്ക്. കണ്ണീരിൽ മുങ്ങിയ കഥ പറയാ, കഥന കഥയേത ചൊല്ലിത്തരാ. അമ്മ നബി ഹംസ മൺമറഞ്ഞ പിരിഞ്ഞു പോയി ആതിരന, പിരിഞ്ഞു പോയി ആതിരന. കണ്ണീരിൽ മുങ്ങിയ കഥ പറയാ, കഥന കഥയേത ചൊല്ലിത്തരാ. അമ്മ
കഥ പറയാ കഥന കഥയേത് ചൊല്ലിക്കയാ നബി ഹംസ മൺമറഞ്ഞ വിരിഞ്ഞു പോയി ആതിരന വിരിഞ്ഞു പോയി ആതിരന. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ശത്രുക്കളുമായി പൊരുതുകയാണ്. ഈ മൂന്ന് വ്യക്തികളെ കൊലപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കുന്ന വാസി ഹംസയെ പലപ്പോഴും കണ്ടപ്പോൾ പിന്തിരിയുന്നു. ആ മുഖപ്പെട്ട കണ്ടുകൊണ്ട്, ആ മുഖത്തിന്റെ ശക്തി കണ്ടുകൊണ്ട് പേടിച്ചോടുകയാണ് വാസി. ആ വാസികത മല്ലേ വരുകയാണ്. മഗ്‌രിബായി ഇരുട്ടായ ടൈമാണ്. അപ്പുറം ഇപ്പുറം തിരിച്ചറിയുന്നില്ല. റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് പല ഭാഗത്തുമുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു ഒരു പാറക്കെട്ടിന്റെ ഇടയിലാണ്. ശത്രുക്കളുമായി പൊരുതുകയാണ് ഹംസ റളിയല്ലാഹു അൻഹു. അവിടെ മറ്റാരുമില്ല. ഈ രംഗം സ്വഹാബത്ത് കാണുന്നില്ല. ഈ രംഗം റസൂലുള്ളാഹി അറിയുന്നില്ല. ഹംസ റളിയല്ലാഹു അൻഹു പൊരുതിക്കൊണ്ടിരിക്കുമ്പോഴേക്കാണ് ഹംസയ്ക്ക് വേണ്ടി വന്ന വാസി ആ വിടക്കാൽ ഊട്ടപ്പെട്ട ചാട്ടുടിയുമായി കൊണ്ട് ഹംസത്തോരെ വേക്കിലങ്ങോട്ട് വന്നു. വേക്കിലങ്ങോട്ട് വന്നു എന്ന് മാത്രമല്ല, മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു വലതു ഭാഗത്തിൽ കൂടെ ആധികാരിയായ വാസി, ആ കളരിക്കാരിയായ വാസി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പള്ളികൾ ലക്ഷ്യമിട്ടുകൊണ്ട് താൻ കൊണ്ടുവന്ന ചാട്ടുളി ഹംസയുടെ പള്ളക്ക് നേരെ അല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹംസ റളിയല്ലാഹു അൻഹു ഉച്ചൈസ്വരം തക്ബീർ ചൊല്ലിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചൈസ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് ആ പാറക്കെട്ടിനിടയിലേക്ക് വീഴുകയാണ്. ഈ രംഗം സ്വഹാബത്ത് കാണുന്നില്ല, റസൂലുള്ളാഹി കാണുന്നില്ല. അവരൊക്കെ ഹംസത്തോടെ എവിടെയോ പൊരുതുന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഹംസ റളിയല്ലാഹു അൻഹു വീരരോട് കൂടെ ശവത്തിന് മുമ്പ് കാക്ക പൊഴിക്കുന്നത് പോലെ ഹംസയ്ക്ക് മുമ്പിലായ ശത്രുക്കൾ അങ്ങോട്ട് പൊഴിഞ്ഞു. ശത്രുക്കൾ പൊഴിഞ്ഞെന്ന് മാത്രമല്ല, അബൂ സുഫിയാന്റെ ഭാര്യയായ ഹിന്ദത്ത്, വഹസിന്റെ യജമാനത്തിയായ ഹിന്ദത്ത് ഹംസയുടെ അടുക്കലേക്ക് ഓടി വന്നിട്ട് ആ വാളങ്ങോട്ട് വാങ്ങി ഹംസ റളിയല്ലാഹുവിന്റെ പള്ളയങ്ങോട്ട് കുത്തി കീറുകയാണ് ആ ഹിന്ദി എന്ന പെണ്ണ്. എന്നിട്ട് മഹാനായ ഹംസയുടെ പള്ള കീറിയതിനു ശേഷം ഹംസയുടെ കണ്ണുകൾ തുയപ്പെട്ടു, ഹംസയുടെ കാതുകൾ മുറിക്കപ്പെട്ടു, ഹംസയുടെ മൂക്ക് മുറിക്കപ്പെട്ടു, ഹംസയുടെ കൈ മുറിക്കപ്പെട്ടു. എന്തിനേറെ ആ കീറപ്പെട്ട പള്ളയിൽ നിന്ന് ഹംസ റളിയല്ലാഹുവിന്റെ പിടൽമാല പുറത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് ആ പെണ്ണ് ഹിന്ദ് കഴുത്തിൽ മാലയിട്ടുകൊണ്ട് നൃത്തമാടുകയാണ്. തീർന്നില്ല, ഹംസ റളിയല്ലാഹുവിന്റെ കരടെടുത്തുകൊണ്ട് ലിബറെടുത്തുകൊണ്ട് ആ ഹിന്ദ് ചവച്ചു നിൽക്കുകയാണ്. ആ തുപ്പിനീരെങ്കാലും ഒരു പള്ളയിൽ ഇറങ്ങിയിരുന്നുവെങ്കിൽ ആ ഹിന്ദവിടെ നിൽക്കാകുമായിരുന്നു. പക്ഷേ ഇറങ്ങാൻ സമ്മതിച്ചില്ല. ആ ഹംസയുടെ ലിബർ ചവച്ചു നിൽക്കുകയാണ് ആ പെണ്ണ്. പക്ഷേ റസൂലുള്ളാഹിക്ക് സ്വഹാബത്തിനും കാര്യമറിയുന്നില്ല. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഹംസയാണെന്ന് പോലും അറിയാത്ത രൂപത്തിൽ നിഷ്ഠൂരമായിട്ട് കഷ്ണങ്ങളായിട്ട് ഹംസയെ കൊലപ്പെടുത്തി ശത്രുക്കൾ. കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, അതാ കേൾക്കൂ, മുസ്ലിം സൈന്യങ്ങൾ ഛിന്ന ഭിന്നമാകുകയാണ്. മുസ്ലിം സൈന്യങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് മാത്രമല്ല, മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഇതാ വഫാത്തായി എന്ന വാർത്ത കൂടി പരക്കലോടുകൂടി ശത്രുക്കളുടെ അവസ്ഥ എന്താണ്, സ്വഹാബത്തിന്റെ കാര്യം എന്താണ്, ആ ഭാഗം കഥാകൃത്ത് ചേർന്നിരിക്കുന്നു. അബൂജഹൽ സുദനി കിരിമയും മുന്നേറുന്നുണ്ട്, അസ്ഹാബിനെ പുലി പോലവന് കൊല്ലുന്നുണ്ട്, ഖാലിദ് മറ്റൊരു ഭാഗത്ത് തുടരുന്നുണ്ടല്ലോ, മേലായാരെ ആരുതങ്ങുരേക്കുന്നല്ലോ, മുസ്ലിം സൈന്യം ചിതയുന്നു, കേസരികൾ ചെയ്താകുന്നു, അവരോരിടത്തി അബ്വാമി കെണിയായൊരു കുരിത്താഴ്മരയിൽ നെടിയടരാടും മദീനയിൽ സകതനബി അതികുഴിയ കുതിര അതെന്നവർ അലരുക കാണാതതിനാണ് നബിയെ. അബൂജഹൽ സുദനി കിരിമയും മുന്നേറുന്നുണ്ട്, അസ്ഹാബിനെ പുലി പോലതവന് കൊല്ലുന്നുണ്ട്, ഖാലിദ് മറ്റൊരു ഭാഗത്തും തുടരുന്നുണ്ടല്ലോ, മേലാലാരെയും കാണരുതെന്ന് മുരേക്കുന്നല്ലോ. റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് പതരുകയാണ്. റസൂലുള്ളാഹിന്റെ
സ്വഹാബ ചിന്ന ഭിന്നമായിട്ട് ഓടുകയാണ്. ഇക്രിമത്ത്, ഖാലിദ്, അതുപോലെ അബൂ സുഫിയാനൊക്കെ പടക്കളത്തിലാണ്. അവർ പറയുന്നു മുഹമ്മദിന്റെ അനുയായികളെ പൊടി പോലും ഇവിടെ കാണുവാൻ പാടില്ല, കണ്ടുപോകരുത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനെ തുരത്തുകയാണ്. അപ്പോഴേക്കാണ് അബൂ ഹാമിർ ചങ്ങാതി ഒരു കള്ളക്കുഴി കുഴിച്ചു വെച്ചു റസൂലുള്ളാഹിക്ക് വേണ്ടി. റസൂലുള്ളാഹി തങ്ങൾ ആ കുഴിയിലേക്ക് വീഴുകയാണ് പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ റസൂൽ കുഴിയിലേക്ക് വീണു. ഈ വീട് സ്വഹാബത്ത് അറിയുന്നില്ല. സ്വഹാബത്ത് അറിയുന്നില്ലെന്ന് മാത്രമല്ല, റസൂലുള്ളാഹിനെ സ്വഹാബത്ത് കാണുന്നില്ല. അപ്പോഴേക്കൊരു വാർത്ത വരുന്നു, റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി പോയി. റസൂലുള്ളാഹിനെ കാണുന്നില്ല, റസൂൽ കുഴിയിലാണ്, സ്വഹാബത്ത് കാര്യം അറിയുന്നില്ല. വാർത്ത പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ ശത്രുക്കളാൽ വധിക്കപ്പെട്ടു പോയി എന്ന വാർത്ത അങ്ങോട്ട് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് നിക്കാഹ് പ്രതിയില്ലാതെയായി. റസൂൽ വഫാത്തായെന്നാണോ, ഞങ്ങൾക്ക് എന്തിനാണ് ഈ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് പല സ്വഹാബത്തും പടക്കളത്തിലേക്ക് ഇറങ്ങി സ്വയം തമ്മിൽ വെട്ടിയിട്ട് ഷഹീദാവുകയാണ്. ശത്രുക്കളാണെന്ന് മനസ്സിലാക്കി വെട്ടുകയാണ്. അങ്ങനെ ഷഹീദായി കിടക്കുന്നു. സ്വഹാബത്ത് പരിഭ്രാന്തരായിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ആ ഓടുമ്പോഴേക്കാണ് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടുമുട്ടുന്നു. ആരെന്ന് കൂടി കേൾക്കൂ. കണ്ടു കിട്ടി അബുതലാകാശ കണ്ടു ഞെട്ടി യരമോട് കണ്ണീര കൈപിടിത്തി ആദ്യം റസൂലേ കരകായത്തി തെറ്റിട്ടില്ല പടകളവേക്കാരും ഓടിയിടല്ല വരുതായെന്നബുതല്ല തലം വിട്ടോരെ വീണ്ടും വിളിക്കുന്നു അവരെല്ലാരെ അത് കേട്ടി സഞ്ചാര പലരും വരുന്നല്ല അൻസർവാജിരികൾ നബിയെ വടഞ്ഞല്ലോ വൈരിക തിരുനബിയെ കൊല്ലാനടുത്തല്ലോ വീരരലിയായത് സകലം നടുത്തല്ലോ ഉമറുൽ ഫാറൂഖ് കരുണി തനിയെ പോകൂ ഉമറുൽ ഫാറൂഖ് കരുണി തനിയെ പോകും ഉടനടി മൊഴി തിരക്കിരുനബി മറുപടി ആയില്ലല്ലോ പോകാനായില്ലല്ലോ ആയാൽ പറയാമോ ായിരിക്കുന്ന വാർത്ത പറയുകയും സ്വഹാബത്തിനെ പാഴപ്പെടുകയും ചെയ്തപ്പോഴേക്കാണ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകുമ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂൽ കുഴിയിൽ വീട് കിടക്കുന്നു. അബൂ തൽഹ കണ്ടുകൊണ്ട് ഞെട്ടി എന്ന് മാത്രമല്ല, മഹാനായ പ്രവാചകരെ കൈപിടിച്ചുകൊണ്ട് മേൽപോട്ട് പൊക്കി. എന്നിട്ട് അബൂ തൽഹ വിളിച്ചു പറഞ്ഞു, തഹ റസൂൽ കൊല്ലപ്പെട്ടിട്ടില്ല, പടക്കളം വിട്ടാരും ഓടിയിടല്ല. തലം വീട്ടോരെ വീണ്ടും വിളിക്കുന്നു അവരെല്ലാരെ വിളിച്ചു പറയുന്നു, ഓ സ്വഹാബ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ പടക്കളത്തിലുണ്ട് സ്വഹാബത്ത് എന്ന് അബൂ തൽഹ വിളിച്ചു പറഞ്ഞപ്പോ അത് കേട്ട് സ്വഹാബത്ത് പടക്കളത്തിൽ ഓടി വരികയാണ്. സ്വഹാബത്ത് ഓടി വന്നു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ അലി, ഐദർ, ഉമർ ഫാറൂഖ് പ്രഗത്ഭരായ സ്വഹാബത്തെല്ലാം പൊരുതുകയാണ്. ആ പൊരുതുമ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബേ, നിങ്ങൾ അല്പം മാറി നിൽക്കണം ഹബീബേ, അപകടമാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ ദാഹിക്കുന്നത്, അതുകൊണ്ട് ഹബീബേ നിങ്ങൾ മാറി നിൽക്കൂ എന്ന് റസൂലയോട് ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞപ്പോ റസൂൽ പറയുന്നു, ഉമറേ ആയിട്ടില്ല കേട്ടോ, നിങ്ങളെ പടക്കളത്തിലേക്ക് ഇട്ടേച്ചുകൊണ്ട് ഓടിപ്പോകുന്ന നേതാവ് ഞാനല്ല, പോകുന്നുണ്ട് നമുക്ക് ഒന്നിച്ചു പോകാം, മരിക്കുന്നതിന് ഒന്നിച്ച് മരിക്കാമെന്നല്ലാതെ അനുയായികളെ ശത്രുക്കളെ വായിലേക്ക് ഇട്ടേച്ചുകൊണ്ട് ഓടിപ്പോകുന്ന നേതാവ് ഞാനല്ല, അതുകൊണ്ട് ഓടിപ്പോകുന്ന പ്രശ്നമില്ല, നമുക്ക് ശത്രുക്കളുമായി പൊരുതാൻ സ്വഹാബത്തെ എന്ന് പറഞ്ഞ് മഹാനായ പ്രവാചകർ അതാ പൊരുതുകയാണ്. ആ പൊരുതുകൂ എന്ന് മാത്രം അല്ല കേൾക്കോ. ശിരസി പൊട്ടി ഇണവൊടുകിടുന്നേ മരുക്ഷണത്തിൽ വരുന്നു ചര അരവിന്ദത്തിൽ തറച്ചേ
പവിത്രമാതാം തിരുസിന്നുകൾ ഉടനെ പൊട്ടി തെറിച്ച് അശിറപ്പുകൾ കടലില്ല ഒഴിവിൽ നിന്ന് പൊരുതി ഉമറും ഫറൂഖ് അബൂബക്കർ തിരുനബിയിൽ അരുളി അലിയെ ചൊല്ലി പ്രബലരെ സുരക്ഷിതരായി മടങ്ങൂ അപകടമാ ചെറുത്ത് നിൽപ്പി അപചയൊന്ന് കേൾക്കൂ. മഹാനായ പ്രവാചകർ സ്വഭാവത്തിന്റെ കൊടുത്തുകൊണ്ട് ശത്രുക്കളോട് പൊരുതുമ്പോഴേക്കാണ് മലമുകളിൽ നിന്നുകൊണ്ട് ഒരു കല്ല് റസൂലുള്ളാഹിന്റെ പടത്തൊപ്പിയിലേക്ക് വീഴുന്നു. റസൂലുള്ളാഹിന്റെ തലയങ്ങോട്ട് പൊട്ടുകയാണ്, ചോരയൊലിക്കുകയാണ് റസൂലുള്ളാഹിന്റെ തലയിൽ നിന്ന്. അവര് നബിയെ മാറും. റസൂലുള്ള മാറിയില്ല. വീണ്ടും വരുന്നു ഒരു കല്ല് റസൂലുള്ളാഹിന്റെ മുൻപല്ലിലേക്ക് തെറിക്കുമ്പോൾ വരുന്നു. പല്ലം കഷ്ടമായി തെറിക്കുന്നു. ഈ രംഗം കണ്ടപ്പോൾ സിദ്ദീഖുൽ അക്ബർ, ഉമർ ഫാറൂഖ്, അലി, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അവരൊക്കെ പറഞ്ഞു, നബിയെ നിങ്ങൾ മാറി, നബിയെ നിങ്ങൾ മാറി നിൽക്കൂ. നിങ്ങളെ ജീവനാണ് അവർക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ എല്ലാം നഷ്ടപ്പെടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട് നബിയെ. അതുകൊണ്ട് നിങ്ങളെ ജീവന് വലിയ പ്രാധാന്യമുണ്ട് റസൂലേ. നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് മാറൂ നബിയെ, ഞങ്ങൾ പൊരുതിക്കൊള്ളാമെന്ന് റസൂലുള്ളാഹിന്റെ പ്രിയങ്കരായ സ്വഹാബത്ത് പറഞ്ഞപ്പോൾ റസൂൽ പറയുന്നു, സ്വഹാബ ഞാൻ മാറുന്ന പ്രശ്നമില്ല, നമ്മൾക്ക് മാറുന്നത് ഒന്നിച്ചിട്ട് മാറാമെന്നല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് മാറില്ല എന്ന് പറഞ്ഞ് റസൂൽ പടക്കളത്തിൽ നിന്നുകൊണ്ട് ശത്രുക്കളുമായി പൊരുതുകയാണ്. പൊരുതുമ്പോഴേക്കാണ് അല്ലാഹുവിന്റെ റസൂലിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരു ധിക്കാരി അതാ പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ആരെന്ന് കേട്ടോ? അവനുടനടിയോ തടുകവേ പലവിധ അടവുകളോ പയറ്റവേ ചാടിവെട്ടാൻ വാളിനെട്ടി കൂടെയും തട്ടി ആടികടുകൾ ചൂടിമുത്തി നേരെ നട്ടാൻ കോടിയെത്തി അവനുടെ ചാട്ട് അടവോടെ നീക്ക് അത് കണ്ടിട്ടാടർ കെള്ളം പടയുടെ കുതൂല ഉടനടി കാലത്തിന്റെ വാണിടയാടുമേത്തിടെ നബി തടുത്ത ധിക്കാരി മഹാനായ പ്രവാചകന്റെ ചോരക്ക് അയച്ചുകൊണ്ട് പടക്കലത്തിലേക്ക് ഇറങ്ങി വന്നു. മുഹമ്മദെ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ശൈബത്ത് വാളങ്ങോട്ട് വീട്ടിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു തടുക്കുകയും തടുത്തുമെന്ന് മാത്രമല്ല മഹാനായ പ്രവാചകൻ ഒരു കുത്ത് ശവളം കൊണ്ട് ആ ധിക്കാരിക്ക് നൽകിയപ്പോൾ അവൻ മുഹമ്മദ് സീർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പടക്കളത്തിന് ഓടിപ്പോവുകയും അവനെ കണ്ടുകൊണ്ട് പട്ടാളക്കാർ കളിയാക്കുകയും ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അല്ല സുഹൃത്തുക്കളെ, അത്ഭുതകരമായ പട നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും പരാജയം ഉറപ്പാണ്. റസൂലുള്ളാഹിന്റെ സ്വഹാബത്തുകൾ വിജയിക്കാൻ കഴിയുന്നില്ല. കാരണം എന്റെ മലമുകളിൽ ശത്രുക്കളാണ്, അവരെ നിയന്ത്രിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. അങ്ങനെ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് പരാജയം ഉറപ്പാണെന്ന് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു എന്ന് കൂടി ശ്രദ്ധിക്കോ. അടവുകൾ അവനും വായേറ്റി കടുകി വരും നേരം ചവളമതും ചാറ്റി ഉഭയതിൽ വളബീൻ മറിമാറ്റിൽ നബിയുടെ ചവളായി കേറുന്നേ വേദനയാൽ അവനാർത്തി വിളി ജോറായി വിളി ചതവോടുന്നേ അലബീവെട്ടുകൾ നബി കാട്ടി അടവുകൾ അവനും പായേറ്റി കടുകം ഓങ്ങി വരും ചെയ്തു എന്ന് പറഞ്ഞു. ആ ധിക്കാരി പടക്കത്ത് ഓടിയപ്പോഴേക്ക് അവന്റെ അനുയായികള് അവനെ നേതാക്കന്മാർ പരീക്ഷിക്കുകയാണ്. ഇത് ധിക്കാരമാണോ നീ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കളിയാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പടക്കലം അത്ഭുതകരമാണ്, വർണ്ണിക്കുവാൻ കഴിയുന്നില്ല, അതിശോചനമാണ്. സ്വഹാബത്ത് പലരും ഷഹീദായി കിടക്കുകയാണ്. പല സ്വഹാബത്തിന്റെ കൈകള്, കാലുകള്, മൂക്കുകള് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഏത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ശരി റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനെ കൊണ്ട് വിജയിക്കാൻ സാധ്യമല്ല, അസാധ്യമാണെന്ന് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? പരാജയം സുനിശ്ചിതമായ പർവ്വത ചെരുവിലേക്ക് മാറിടുന്നു സറിവര് ശത്രുസേനയെ തന്നെ തേടിയാലും തായെ കാണുവാൻ അവർക്ക് സാധ്യമായതില്ല. അത്ഭുത ശത്രു
അതായി ജാഗമുക്തി മുമ്പിലുള്ള ശത്രുവോ കണ്ടതില്ല മുസ്ലിമീങ്ങൾ ആരുമേ അത് രാജ്യമുറപ്പാണ് മനസ്സിലാക്കിയ മഹാനായ പ്രവാചകൻ അവിടെയുള്ള സ്വഹാബത്തെല്ലാം ഒരുമിച്ചങ്ങോട്ട് കൂട്ടി അല്ലാഹു റസൂൽ അവിടെയുള്ള സ്വഹാബത്തിനെയും കൊണ്ട് പെട്ടെന്ന് പർവ്വതത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പറഞ്ഞു. അല്ലാഹു തആല ശത്രുക്കളെയും റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെയും ഇടയിൽ ഒരു മറയിട്ട് കൊടുത്തു. ചരിത്രമത മാറിയപ്പോ ഒരു മറയിട്ട് റസൂലുള്ളാഹി കൊടുത്തു. സഹാബത്ത് റസൂലുള്ളാഹിനെ കാണാൻ അബൂ സുഫിയാൻ പട്ടാളക്കാരെ കൊണ്ട് കഴിഞ്ഞില്ല. മറയിട്ട് കൊടുത്തു എന്ന് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിനെ സ്വഹാബത്തിനും അവരങ്ങോട്ട് തേടി കണ്ടില്ല എന്ന് മനസ്സിലാക്കിയ അബൂ സുഫിയാന്റെ പട്ടാളം അതാ ഭാഗത്ത് നിന്ന് പടക്കളത്തിൽ നിന്ന് മല്ല അങ്ങോട്ട് മാറുകയാണ്. പടക്കളത്തിൽ അങ്ങോട്ട് മാറിയപ്പോൾ മഹാനായ പ്രവാചകനും സ്വഹാബത്തും അവരെല്ലാം പടക്കളത്തിൽ നിന്ന് മാറിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തും പടക്കളത്തിലേക്ക് വരുകയാണ്. പടക്കളത്തിലേക്ക് വന്നിട്ട് മഹാനായ പ്രവാചകൻ കണ്ടു. എന്താണെന്ന് കേൾക്കോ. ഷഹീദായി കിടക്കുന്നു പ്രിയ പീത്രവനെ കണ്ട് കരളിങ്ങുന്നു ദുഃഖം തളം കെട്ടി തദാശ്രു കണം മുതിർന്ന് അരുളും നബിയുള്ള ഷഹീദാമംസയോര് ആദ്യം ജീനതിൽ തൂണ വിരുന്നോ താങ്കൾ ഉപരി പയറ്റി സ്വപ്നവും അസദിലായി നിങ്ങൾ. മഹാനായ അല്ലാഹുവിന്റെ ഷഹീദായി കിടക്കുന്ന രംഗം മഹാനായ പ്രവാചകൻ കണ്ടപ്പോൾ മഹാനായ പ്രവാചകൻ പറയുന്നു, ഹംസ അല്ലാഹുവിന്റെ സിംഹമായ ഹംസ, ശത്രുക്കളെ പേടിശപ്പനമായ ഹംസ, ഞങ്ങൾ വിട്ടുകൊണ്ട് പോയല്ലോ ഹംസ. അബിയംസത്തിൽ കറാരി ഹമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വ സയ്യിദി സുഹദായി. സുഹദാക്കൾക്ക് രാജാവായ ഹംസ റളിയല്ലാഹുവിനെ ഹംസയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്ത് കൈകളും കാലുകളും മൂക്കുകളും നാക്കുകൾ വികൃതമാക്കി പള്ളകളെല്ലാം ഒരുക്കപ്പെട്ട് കുടൽമാലകളെല്ലാം പുറത്തിട്ട് കിടക്കുന്ന ഹംസത്തോനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് കരയുകയാണ്. അത് കണ്ടപ്പോൾ സ്വഹാബത്ത് കരയുകയാണ്. അതേ ഊതിൽ കണ്ണീര് കടലായിട്ട് മാറുകയാണ്. റസൂലുള്ളാഹിന്റെ ഖൗല് കേട്ടുകൊണ്ട് സ്വഹാബത്ത് കരയുകയാണ്. മഹാനായ പ്രവാചകർ റസൂൽ പറയുന്നു, സ്വഹാബാ ഹംസത്തോരെ മലായിക്കത്ത് മർഹബ പറയുന്നു എന്ന് മാത്രമല്ല ഈ കണ്ണീര് കടലായ വാർത്ത അതാ അറിയുന്നു മദീനയിലേക്ക്. കണ്ണീർ കടലായി വാർത്ത കേട്ടപ്പോൾ മദീന ആദ്യം നബി മൗത്ത് എന്നാണോ എന്ത് പ്രധാന ആണും പെണ്ണും ജമീഉം തയ്യിബിങ്ങുന്ന നായകനില്ലാത്ത ജീവിതമിനി എന്തിനാ. മദീനക്കാരല്ലാണ്ട് വിഷമത്തിലാണ്. അതേ ഇടയിൽ നിന്ന് ഓടിപ്പോയ സ്വഹാബത്ത് വാർത്ത പറഞ്ഞ് മദീനയില് റസൂൽ വഫാത്തായിരിക്കുന്നു. ഇത് കേട്ട മദീനക്കാരക സ്വഹാബത്തിലെ പ്രാണത്തിലും വിഷമത്തിലുമാണ്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായെന്നാണോ അതാ പെണ്ണുങ്ങൾ ഓടി വരുന്നു മഹൂദിലേക്ക്. റസൂൽ വഫാത്തായെന്നാണോ ഞങ്ങൾ എന്തിന് ജീവിക്കുന്നു മനസ്സിലാക്കിയിട്ട് അവിടെയുള്ള സഹോദരിമാർ ഒരു കൂട്ടം പെണ്ണുങ്ങൾ അതാ ഉഹുദിലേക്ക് ഓടി വരികയാണ്. ഓടി വന്നിട്ട് നോക്കുമ്പോൾ റസൂലുള്ളാഹിനെ കാണുന്നുണ്ട്. റസൂൽ വഫാത്തായിട്ടില്ല. ഇത് കണ്ട പെണ്ണുങ്ങൾ റസൂലിനോട് പറയുന്നു, ഹബീബേ ദേഹം കണ്ടിടുവാൻ കൊതിക്കും നിസായിനോട് മുത്തോർ പറഞ്ഞു വേണ്ട അത് നിങ്ങൾ ചെയ്തിടേണ്ട. മൃതദേഹം കണ്ടിടുവാൻ കൊതിക്കും നിസായിനോട് മുത്തോർ പറഞ്ഞു വേണ്ട
അത് നിങ്ങൾ കണ്ടിടേണ്ട. ഒരു കൂട്ടം പെണ്ണുങ്ങൾ ഊതിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മയ്യത്ത് കാണണം. ഒരുപാട് സ്വഹാബത്ത് മരിച്ചില്ലേ, അവരെ മയ്യത്ത് കാണണം. റസൂൽ പറഞ്ഞു, വേണ്ട, അത് കാണൽ അപകടമാണ്, ദുഃഖമാണ്, വിഷമമാണ്. അപ്പോഴേക്കും ഹംസ റളിയല്ലാഹുവിന്റെ പെങ്ങള് സഫിയ ബിബി പറഞ്ഞു, നബിയെ, എനിക്കെന്റെ ഇച്ഛാനെ ഒന്ന് കാണണം, എന്റെ ജ്യേഷ്ഠന്റെ മൃതദേഹം എനിക്കൊന്ന് കാണണം ഹബീബേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹോദരിയല്ലേ, അത് കാണിക്കൽ അത്യാവശ്യമല്ലേ എന്ന് മനസ്സിലാക്കി സഫിയെ പോലുള്ള അവർക്ക് ആ മയ്യത്ത് കാണാൻ സമ്മതം കൊടുത്തു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കണ്ട സഫിയ എന്ന പെങ്ങള് പറഞ്ഞത്, റബ്ബേ, മന്നാൻ വിളിച്ചതല്ലേ ജന്നത്തിലേക്കല്ലേ. സഫിയയുടെ വാക്കായിരുന്നു ഇത്, റബ്ബ് വിളിച്ചതല്ലേ, സ്വർഗത്തിലേക്കല്ലേ, പോകട്ടെ. അങ്ങനെ മഹാൻ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് വല്ലാണ്ട് വിഷമത്തിലാണ്. റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് വന്ന നബിയെ, നമുക്ക് മുനാഫികളെ പാഠം പഠിപ്പിക്കണം. നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം ഇടയിൽ നിന്ന് ഒളിച്ചു ഇടവയിൽ നിന്ന് പോയ മുനാഫിക്കുകളാണ്. അവരെ കൊല്ലാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, വേണ്ട, അവരെ കൊല്ലണ്ട. അവരെ കൊന്നാൽ ശത്രുക്കൾ പറയും മുഹമ്മദ് പരാജയപ്പെട്ടതിന് ശേഷം അനുയായികളെ കൊല്ലുന്നു എന്ന്. കാരണം അവർ പരസ്യമായിട്ട് മുസ്ലിങ്ങളാണ്, രഹസ്യമായിട്ട് മുനാഫിക്കാണ്. അതുകൊണ്ട് അവരെ കൊന്നാൽ മുഹമ്മദ് പരാജയ ഭീതി കൊണ്ട് അനുയായികളെ കൊല്ലുന്നു എന്ന് പറയും. അതുകൊണ്ട് അവരെ കൊല്ലണ്ട എന്ന് റസൂൽ അവർ പറഞ്ഞു എന്ന് മാത്രമല്ല, മഹാനായ പ്രവാചകർ പറഞ്ഞു, ആയിട്ടില്ല, യുദ്ധം കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ വാൾ ഉറയിലിടണ്ട. പിന്നെ പറയാ, വാളുറയിലിടണ്ട, പിന്നെന്ത് വേണം? വാളുറയിലിടാനായിട്ടില്ല, വൈരികൾ മാറ്റയിൽ പോയിട്ടില്ല, വിജയം അവർക്ക് പൂർണ്ണമതാണ്, പോവുകയില്ല. ത്വയ്ബയിൽ വന്ന് ഖുറൈശികൾ നാശം വിതേകം വിശ്രമിക്കയില്ല. വാളുറയിലിടാനായിട്ടില്ല, വൈരികൾ മാറ്റയിൽ പോയിട്ടില്ല, വിജയം അവർക്ക് പൂർണ്ണമതാണ്, അവർ പോവുകയില്ല. ത്വയ്ബയിൽ വന്ന് ഖുറൈശികൾ നാശം വിതേകം വിശ്രമിക്കയില്ല. റസൂൽ പറയുന്നു, സുഹാബ വാളുറയിലായിട്ടില്ല. കാരണം വിജയം ഖുറൈശികൾക്കാണ്. അവർ മക്കയിലേക്ക് പോകില്ല, അവർ തീർച്ചയായും മദീനയിലേക്ക് വരും. മദീനയിലേക്ക് വന്നിട്ട് മദീനയെ ചുട്ടീകരിക്കാതെ കണ്ട് അവർ മടങ്ങുകയില്ല. അതുകൊണ്ട് നിർബന്ധമായി നമുക്ക് അവരെ പിന്തുടരണം, അവരെ പിന്തുടരണം. പറ്റിയ നിബന്ധനയുണ്ട്. ഇടയിൽ നിന്ന് ഓടിപ്പോയവരുണ്ട്, എനിക്ക് വേണ്ട. പടപ്പിളത്തിൽ പാഞ്ഞവർ എനിക്ക് വേണ്ട. എന്റെ കൂടെ ധൈര്യമായി നിന്നവർക്ക് മാത്രമേ എന്റെ കൂടെ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് പ്രവാചകൻ അവിടെയുള്ള സ്വഹാബ കിറാമികളെ കൂട്ടിക്കൊണ്ട് അബൂ സുഫിയാന്റെ വട്ടാളം പോയ ആ വഴിയിൽ കൂടി അങ്ങ് പോവുക. അങ്ങ് പോകുമ്പോഴേക്കാണ് അംറാഹുൽ അസ്വദ് എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരു പാട്ടുകാരനായ അവരെ ചങ്ങായിയോ അനുയായിയെ കണ്ടുകിട്ടിയപ്പോൾ റസൂൽ ചോദിച്ചു, എന്താ സംഭവം? അയാൾ പറഞ്ഞു, ഞങ്ങൾ പോയിട്ടില്ല, അബൂ സുഫിയാന്റെ വട്ടാളം മദീനയിലേക്ക് വരാൻ വേണ്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. റസൂല ഈ ചങ്ങായിയോട് ചോദിച്ചല്ല, ചങ്ങായി നീ പാട്ടുകാരനാണ്, നീ ബദ്രിൽ വെച്ചുകൊണ്ട് പാട്ട് പാടി, ഞാൻ വിട്ടു. ഇപ്പൊ നീ ഇവിടെ വെച്ചുകൊണ്ടും പാട്ട് പാടാൻ വേണ്ടി കുഴപ്പമുണ്ടാക്കാൻ വന്നല്ലേ, അതുകൊണ്ട് നബിയെ ഞാൻ എന്നൊന്നും ചെയ്യൂല, ഞങ്ങൾക്ക് മാപ്പാക്കണമെന്ന് ചങ്ങായി പറഞ്ഞെങ്കിലും റസൂല മാപ്പ് കൊടുത്തില്ല. ആ ധിക്കാരി വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ സ്വഹാബത്തിനോട് പറഞ്ഞുവെന്ന് മാത്രമല്ല, പിന്നെയോ അബൂ സുഫിയാന്റെ പട്ടാളം അവിടെ ഉണ്ട്, അവർ പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ പ്രവാചകന്റെ സ്വഹാബ ഖുലൂ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അതാ പോകുന്നു. എവിടെ കാണുന്നു കേൾക്കോ? എല്ലാവരും ഈ വാർത്ത കേട്ടിട്ട് ഇനി വേണ്ട യുദ്ധം നമുക്ക് വേഗം പോയിടാ. മക്കാ ഖുറൈശികൾ ഒരു ചമേക്കി വെച്ചതാ, മുത്തായ മുസ്തഫ പറഞ്ഞു സബരില്ലതാ. മരണം ഭയന്നിരുന്നുവെങ്കിൽ എന്തൊരാപത്താ, എന്തൊരാപത്താ. എല്ലാവരും ഈ വാർത്ത കേട്ടുടൻ ഭയന്നതാ. ഇനി വേണ്ട യുദ്ധങ്ങൾക്ക് വേഗം പോയിടാം. മക്കാ ഖുറൈശികൾ ഒരുക്കം നീക്കി വെച്ചതാ, മുത്തായ മുസ്തഫ പറഞ്ഞു സബരില്ലതാ. മരണം ഭയന്നിരുന്നുവെങ്കിൽ എന്തൊരാപത്താ, എന്തൊരാപത്താ. മഹാനായ
പ്രവാചകനും സ്വഹാബത്തും വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അബൂജഹലിന്റെ പട്ടാളം അതാ ജീവനും കൊണ്ടുപോടുകയാണ്. ഏതോ ഒരു ഒരുക്കത്തോടുകൂടിയാണ് മുഹമ്മദ് അനുയായികളും വരുന്നത്. നമുക്കിവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജീവനും കൊണ്ട് മക്കയിലേക്ക് ഓടി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സ്വഹാബ, നമ്മൾ വന്നില്ലായിരുന്നുവെങ്കിൽ അവർ മദീനയിലേക്ക് വരുമായിരുന്നു. അങ്ങനെ വന്നതുകൊണ്ട് അവരിവിടുന്ന് പേടിച്ചോടി എന്ന് മാത്രമല്ല, ഉഹുദിൽ നമുക്കുണ്ടായ പരാജയത്തിനോ തിരിച്ചടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകൻ അല്ലാഹുവെ സ്തുതിച്ചുകൊണ്ട് സ്വഹാബത്തിനെയും കൂട്ടിയിട്ട് അതാ മദീനയിലേക്ക് പോവുകയാണ്. തക്ബീറുകളോടുകൂടെ തക്ബീർ, അല്ലാഹു അക്ബർ. ബദറിൽ ഖത്റിൽ മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉഹുദിൽ ഖത്റിൽ മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തക്ബീറുകളോടുകൂടെ പ്രിയ സ്വഹാബത്തിനെയും കൂട്ടിയിട്ട് മഹാനായ പ്രവാചകൻ ഉഹുദിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങുകയാണ്. ഹിജ്റയുടെ 3-ാമത്തെ കൊല്ലം ശവ്വാൽ 15-ന് മുസ്ലിം സൈന്യങ്ങൾ 900-ഉം അഥവാ അബൂ സുഫിയാന്റെ പട്ടാളം 3000-മായി കൊണ്ടുപെടുത്തിയ അതിശോചനമായ അത്ഭുതകരമായ ആ ഉഹുദിലെ കണ്ണുനീറുന്ന അതിശോചനമായ കഥയെ മാറ്റിക്കുകയാണ്. ശത്രുക്കളിൽ നിന്ന് 23 പേരും റസൂലുള്ളാഹിന്റെ സ്വഹാബികളിൽ നിന്ന് 70 പേരും ഷഹീദാവുകയും ചെയ്ത അതിശോചനം അത്ഭുതകരമായ ഉഹുദിലെ കണ്ണുനീറുന്ന കഥക്ക് ഇവിടെ സമാപ്തി കുറിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഇവിടെ 2 ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ച് കൂടി വേണ്ടതുപോലെ പരിചയപ്പെടുവാനോ സംസാരിക്കുവാനോ അവസരമുണ്ടായിട്ടില്ല. എങ്കിലും പറയട്ടെ, ഞങ്ങൾ വാക്കിൽ നിന്നോ ഞങ്ങളെ പ്രവൃത്തിയിൽ നിന്നോ ഞങ്ങളെ പെരുമാറ്റത്തിൽ നിന്നോ ഇഷ്ടമില്ലാത്ത വല്ല പദങ്ങളോ വല്ല പ്രയോഗങ്ങളോ വല്ല പെരുമാറ്റങ്ങളോ വന്നു പോയിരിക്കുന്നുവെങ്കിൽ അധികം ക്ഷമിക്കണമെന്ന അപേക്ഷയോടുകൂടി എല്ലാവരും നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഈ സാധുവാക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണ വസിയത്തോടുകൂടെ ഇവിടെ കഥ സമാപിക്കുകയാണ്. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ഒരുപാട് സംഭാവന അയച്ചവരുണ്ട്. മുനീർ ഏണിയാടി എന്നൊരു പ്രിയപ്പെട്ട സുഹൃത്ത് 100 രൂപ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ സംഭാവനകളും റബ്ബ് തആല സ്വീകരിക്കുമാറാകട്ടെ. ആദ്യം മുതൽ അവസാനം വരെ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സഹായിച്ച എല്ലാവരുടെ സഹായങ്ങൾക്കും തക്കതായ പ്രതിഫലം റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടി കേൾക്കുവാൻ വേണ്ടി അടുത്തുനിന്നും വിദൂരത്തിനുമായി വന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അവരുടെ വരലും ഇരുത്തും പുറത്തിലും കേൾക്കലുമൊക്കെ ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടൊക്കെ നാം തല സ്വീകരിക്കുമാറാകട്ടെ. ഈ ഇബ്രാഹിച്ചൊക്കെ എന്താ പണി എന്നറിയോ? ഈ പൊറത്തിട്ട് കൊണ്ടുപോയി പൊര കൊണ്ടുപോയിട്ട് മീൻ വിൽക്കുന്ന മനസ്സിലാണ് ഇബ്രാഹിച്ച. മീന് കൊണ്ട് കാലത്ത് കൊണ്ടുവന്ന് എല്ലാ പൊരവരക്ക് പോയിട്ട് മീൻ വിൽക്കുന്ന ആൾ. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അയാളെ ഉപ്പ വയസ്സാണ്, മരിച്ചുപോയി. മരിച്ചപ്പോ മീനിന് പോക്ക് നിർത്തിവെച്ച് അയാൾ പള്ളിക്ക് വന്നു. എന്തിനീ? പള്ളി കാരണവരോട് കബർ കുഴിക്കാനുള്ള സ്ഥലം സമ്മതം ചോദിക്കണം. അങ്ങനെ ഇബ്രാഹിച്ച വന്ന പള്ളിക്കാരനോട് പള്ളിയിൽ ഇങ്ങനെ തുമ്മാൻ ചാച്ചോടിയിരിക്കുക. കാർന്നോറ ചോദിച്ചു. അപ്പൊ ഇബ്രാഹിച്ച പറഞ്ഞു, കാർന്നോറ എന്റെ ഉപ്പ മരിച്ചുപോയി. ഞാൻ എന്താക്കണോ? അല്ല, നിങ്ങൾ എന്താക്കാൻ വേണ്ടിട്ടല്ല, ഇവിടെ കബറ് വിൽക്കാൻ വേണ്ടി സ്ഥലം ഒന്ന് കാണിച്ചാണ്. ഇവിടെ കബറ് വിൽക്കണ്ട. എന്തേ? നീ പള്ളിക്ക് വരത്തില്ല, നീ പള്ളിക്ക് വരത്തില്ല, അതുകൊണ്ട് ഇവിടെ കബറ് വിൽക്കണ്ട. ഇബ്രാഹിച്ച പറഞ്ഞു, എനിക്കല്ല കാർന്നോറ കബറ്, ഉപ്പാക്ക്. ഉപ്പാക്കല്ല, അയാൾ പണ്ട് വന്നോണ്ടുണ്ടാഞ്ഞു പള്ളിക്ക്. ആയിക്കോട്ടെ, കബറ് ഈ കേക്ക് ഭാഗത്ത് ആ മൂലക്ക് വിൽക്കാം. അതെ, നീ പോയിട്ട് ഒരു 4 ഹംകൊള കൊണ്ടാന്നില്ല. എന്തിനീ കബറിക്കാൻ? ഇയാൾക്ക് വല്ലാണ്ട് ബേജാറായി. 4 ബാല്യക്കാരെ കൊണ്ടാലേ കൊണ്ടുവരാം. ബുദ്ധിമുട്ടിപ്പോയി ഒന്ന് കബർ വയ്ക്കാൻ സഹായിക്കുന്ന ആരും സഹായിക്കും. മതക്കാരനല്ലെന്ന് പോലും സഹായിക്കാൻ കബർ വയ്ക്കാൻ വേണ്ടി. ഇയാൾ പറഞ്ഞ 4 ഹംകൊള വിളിച്ചോണ്ട് പോവാ. അപ്പൊ എവിടെ നിന്ന് ഹംകൊള കിട്ടും? അല്ല, ഹംകൊള ആര് എന്ന് ചോദിക്കാനൊക്കെ പവറൊന്നും ആർക്കില്ല. അത് മുത്തസ് പറഞ്ഞ പോലെ പള്ളി കാർന്നോർ പറഞ്ഞ അത് കാര്യം, അതിനപ്പം ചോദ്യമില്ല, ചോദിക്കാൻ പറ്റൂല. ഇയാള് പാവം പള്ളിക്കാരനോട് പറഞ്ഞല്ലേ, അങ്ങനെ ഹംകൊള തേടി പുറപ്പെട്ടു. ഉപ്പാന്റെ മയ്യത്ത് അകത്തുണ്ട്, പേരിൽ കടത്തിയിട്ടുണ്ട്. ആ ഉപ്പാന്റെ മയ്യത്ത് കടത്തിയിട്ട് ഇബ്രാഹിം ഹംകൊള തേടിക്കൊണ്ട് പോയി. അങ്ങനെ ഇയാൾ വല്ലാണ്ട് വിഷമത്തിൽ ഇങ്ങനെ പോകുമ്പോ ഒരു കാക്ക കഷ്ടത്തിനടിയിൽ പാത്തും വെച്ചിട്ട് പായി ഇച്ച വിളിച്ച് ഇബ്രാഹിച്ച വിളിച്ച് ഇച്ച ഇങ്ങ ദൂരെ പോലെ ഞാൻ ബജാറിലേക്ക് പോലെ ടൗണിലേക്ക്. അത് എന്റെ വീട്ടിലേക്ക് ഒരു വിരുന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഗന്ധസാല അരി, പിന്നെ ഒരു കോഴി, ഒരു സാധനമൊക്കെ വേണം. അത് ശരി. ആര് വിരുന്ന് വന്നേ? വിരുന്ന് വന്ന അരി അത് എന്റെ ഓളെ മുമ്പ് പ്രേമിച്ചുണ്ടായ കാമുക.
ഹരി എന്റെ ഓളെ മുമ്പ് പ്രേമിച്ചുകൊണ്ടായ കാമുകൻ. അപ്പൊ ഇയാൾ ചിന്തിച്ചു, മുമ്പ് ഓളെ പ്രേമിച്ചുകൊണ്ടായ കാമുകം വന്നപ്പോ വേറെ സംഭാവനക്ക് വന്ന ആളല്ല, അല്ലെങ്കിൽ വേറൊന്ന് കാര്യത്ത് വന്ന ആളല്ല. മുമ്പ് പ്രേമിച്ചുകൊണ്ടുണ്ടായ കാമുകം വന്നപ്പോ ആ കാമുകനെയും ഓളെയും വീട്ടിലാക്കിയിട്ട് പോകുന്നവൻ നമുക്കല്ലേ? അല്ലേ? തീർച്ചയായിട്ടും നമുക്കല്ലേ. ഇബ്രാഹിച്ച പറഞ്ഞ അർജന്റ് നിങ്ങളെ പള്ളിക്കാർ പോവാൻ ചെയ്യുന്നില്ല, അതിന് കളിയില്ല. പോവാൻ പറഞ്ഞാൽ പോയിക്കൊള്ളല്, ബിരുന്നല്ല അടുക്കുക, ആര് വന്നാൽ പ്രശ്നമല്ല. പള്ളിക്കാരനോട് പോവാൻ പറഞ്ഞു. ഇയാള് ഈ പാക്കും തൊക്കെ പള്ളിക്ക് പോയി. കാർന്നൂർ പള്ളിയിലുണ്ട്. എന്താ വിളിച്ച ചോദ്യമില്ല, പോയിട്ടാണ് ഇരുന്നോളാം. കാർന്നൂർ വിളിച്ചിന് കളിയൊന്നുമില്ല. ഇയാൾ പോയിട്ട് കാലും കയ്യിൽ പള്ളിന്റെ മൂലക്കാടെ കയറിയിരുന്നു. കാർന്നൂർ വിളിച്ചല്ലേ, അയാളാടെ അപ്പൊ ഇയാൾക്ക് എന്നെ മൂന്നാം കാണും ഒന്നിനെ കിട്ടിയത്. അങ്ങനെ ഇയാൾ വല്ലാണ്ട് വിഷമത്തിലാണ്. അപ്പൊ കണ്ട ഒരു കാക്ക ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. എങ്ങനെ പോന്നേ? ഒരു ബേബിയെ കുഞ്ഞിനെ തട്ടി ചെറിയനെ കൈ വിട്ടു. അപ്പൊ ഇബ്രാഹിം ചോദിച്ചു, അല്ല ഇച്ച ഇതെന്ത് പരിപാടി നിങ്ങളെ? എന്തേ നിങ്ങൾ ചെറിയനെ കൈവിട്ടി നടത്തിക്കുന്ന ബലിയനെ തട്ടിക്കൊണ്ട് പോകുന്നു? ഇതെന്താ അവസ്ഥ? ഇത് രോഗമൊന്നുമില്ല. ആ രോഗമൊന്നുമില്ല. പിന്നെ ഇത് എന്റെ ഭാര്യക്ക് മുമ്പത്തെ ഭർത്താവിലുള്ള കുട്ടി. ഏത്? വലുത്. ചെറിയത് എന്റെ സ്വന്തം കുട്ടി. അപ്പൊ ഇയാൾ ചിന്തിച്ച്, ഭാര്യക്ക് മുമ്പത്തെ ഭർത്താവുള്ള കുട്ടി വലുത്, അതിനെ ഇയാൾ തട്ടിക്കൊണ്ട് പോകുന്നു. സ്വന്തം കുഞ്ഞി ചെറുത്, അതിനെ നടത്തിക്കുന്നു നമുക്കല്ലേ? സംശയം എന്ത്? നിങ്ങൾ അർജന്റ് പള്ളിക്കാരനോട് പോകണം. ഈ പാവവും കുട്ടികളെയും കൂട്ടി പള്ളിക്ക് പോയി. കുട്ടികളെ പുറത്താടെ എത്തി കാല് കഴി മറ്റേ മൂലക്ക് ഇയാൾ ഇരുന്നു. എന്താണ് അമ്മേ എന്ന് ചോദിച്ചെന്നോ അല്ലെങ്കിൽ വരാൻ പറഞ്ഞ കാരണമോ ചോദിക്കൂല. അത്ര സൗറ പള്ളിക്കാരനോർക്ക് അവിടെ എന്നിപ്പോ രണ്ടാൾക്കാണ് വല്ലാണ്ട് വന്ന് പള്ളിക്ക് വന്നു. ഹരി ഇബ്രാഹിം പള്ളിക്ക് വന്നു. എന്താ ഹംകോളെ കിട്ടിയാർന്നോ? നാലാളും കിട്ടിയ? ആ, നാലും കിട്ടി. ആരത്? ഇതാ ഒന്ന് തോന്നെ. ഞാൻ മിണ്ടിപ്പോണ്ട ഞാൻ കൂട്ടറായി ഇവൻ അംകടായി. അതേ കാരണോറ എങ്ങനെടാ? അവന്റെ വീട്ടിലേക്ക് അവന്റെ ഭാര്യയെ മുമ്പ് പ്രേമിച്ചുകൊണ്ടായ കാമുകൻ വന്നപ്പോ കാമുകനെയും ഓളയും പൊരയിലാക്കിയിട്ട് സാധനം വാങ്ങാൻ പോയോനോൻ ഹംകല്ലേ. നമ്പർ 1 പാസാക്കി. പിന്നെ ആരില്ല. പിന്നെ ഒന്ന് ജോലി ഞാൻ അംക, നീ അംകന്നെ. എങ്ങനെ ഇബ്രാഹിം അംകായത്? അത് കാരണവരെ ഓന്റെ സ്വന്തം കുട്ടി ചെറുതായിരുന്നു. ഓന്റെ ഭാര്യക്കുള്ള വലിയ കുട്ടിയെ അവൻ തട്ടിക്കൊണ്ടുപോവുകയും അവന്റെ സ്വന്തം കുട്ടിയെ അവൻ നടത്തിക്കുകയും ചെയ്ത ആളാണ്. നമ്പർ 2 പാസാക്കി. രണ്ടാമത്തെ 4 വാട ഇബ്രാഹിം ഉണ്ട് കാരണവരെ. അരി ഒന്ന് ഞാനെന്ന്. നീ അംക, ഞാൻ അംക. അതെങ്ങനെയാ? ഉപ്പ മരിച്ചപ്പോ ഉപ്പാന്റെ മയ്യത്തിന് വീട്ടിൽ കിടത്തിയിട്ട് ഹംകോളത്താടാൻ പോയ ഞാര് ഹംകല്ലേ. കറക്റ്റ്. നമ്പർ 3 പാസാക്കി. 4 മകൻ ഇബ്രാഹിം ഉണ്ട് കാരണോറെ. അരി ഒന്ന് നിന്നു തന്നെ. അതെങ്ങനെയാ? ഉപ്പ മരിച്ചപ്പോ വളരെ വിഷമത്തോടെ കബറൊഴിക്കാൻ വേണ്ടി വന്ന എന്നെ ഹംകോളെ വിളിക്കാൻ പറഞ്ഞിട്ട് നിങ്ങളൊരു ഹംകല്ലേ കാരണം. ഇങ്ങനെ ഹംക്ക് 4. ഇത് 3 ഹംക. ആരൊക്കെ? തല്ലത്ത്, ആരിസ്, ഉസ്മാന്. ഇവര് 3 പേരും പടക്കളത്തിൽ അങ്ങോട്ട് ഇറങ്ങി. ഓരോന്നോരോന്നായിട്ട് ഇറങ്ങി. ഉസ്മാന്റെ സഹോദരൻ ആരിസും അങ്ങോട്ട് ഇറങ്ങി. ആരിസ് ഇറങ്ങി എന്ന് മാത്രമല്ല, കേൾക്കുക രംഗ. ഉസ്മാനിൻ സഹോദരൻ രണഭൂമിൽ ഇറങ്ങിക്കൊണ്ടോടിയേ മുഹമ്മദിന്റെ നിജരായ സഖകളെ ധൈര്യം ഉണ്ടെങ്കിൽ വന്നു വേഗമേ യമപുരിക്കായക്കുന്ന ശീഘ്രമേ. ഉസ്മാനിൻ സഹോദരൻ കോടിയുമായി രണഭൂമിൽ ഇറങ്ങിക്കൊണ്ടോടിയേ മുഹമ്മദിന്റെ വിജയരായ സഖകളെ ധൈര്യമുണ്ടെങ്കിൽ വന്നു വേഗമേ യമപുരിക്കായക്കുന്ന ശീഘ്രമേ. പുലപ്പൻ പറഞ്ഞു അടിവെച്ച് മുന്നോട്ട്
അബ്ദുദ്ദാറെ വംശത്തിൽ പ്രതികാരം ദാഹം വരുത്തി ആ വംശത്തിൽ പല പേർ വന്നിട്ട് ഉസ്മാനിൻ സഹോദരൻ ഗോഡിയുമായി ഗണഭൂമിൽ ഇറങ്ങിക്കൊണ്ടോടിയേ മുഹമ്മദിന്റെ നിജരായ സഭകളെ ധൈര്യമുണ്ടെങ്കിൽ വന്നു വേഗമേ ജമാപൂരിക്കയക്കുന്ന ശീഘ്രമേ. ആരിശ് വെല്ലുവിളിച്ച് മുഹമ്മദ് ഇറങ്ങി വാ. ചീത്ത റസൂലുള്ളാഹിനെ ചീത്ത പറയാ, സിദ്ദീഖിനൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുക, ഉസ്മാനുകളെ വെല്ലുവിളിക്കുക. എങ്ങനെ പ്രഗത്ഭരായ സ്വഹാബികളെയും പ്രവാചകനെയും വെല്ലുവിളിച്ചുകൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ട് ആരിശ് വടക്കളത്തിലൊക്കെ ഇറങ്ങിയപ്പോൾ മഹാനായ ആസിം റളിയല്ലാഹു അൻഹു അവരുമായി ഏറ്റുമുട്ടുകയെന്ന് മാത്രമല്ല, സ്വഹാബാക്കിറാമികൾ മുകളിൽ വെച്ചിരിക്കുന്ന അമ്പുകൾ ഓരോന്നായിട്ട് ശത്രുക്കൾക്ക് നേരെ പ്രയോഗിക്കുകയാണ്. അങ്ങനെ ആരിശിനോട് ചത്തൊടുങ്ങി. പക്ഷേ ഈ 4 മക്കളും പഴക്കടൽ ചത്തപ്പോ ആരിസിന്റെ ഉമ്മക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അമ്രത്ത് എന്ന് പറയുന്ന പെണ്ണ് പടക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് റസൂലുള്ളാഹിനെ ചീത്ത പറയാൻ തുടങ്ങി. അത് പാരമ്പര്യമാ. നേതാക്കന്മാർ ചീത്ത പറയാം. അനുയായികളുടെ ദേഷ്യം വന്നാല് നേതാക്കന്മാരെ ചീത്ത പറയാനുള്ള പാരമ്പര്യം പണ്ടേ ഉള്ളതാണ്. അങ്ങ് റസൂലുള്ളാഹിനെയാണ് ചീത്ത പറയുന്നത്. എന്തിന് ഈ സ്വഹാബാക്കൾ കൊന്നല്ലോ ഇവന്റെ മക്കളെ, അതുകൊണ്ട് റസൂലുള്ളാഹിനെ ചീത്ത പറയുന്നു ഈ മനുഷ്യര്. എന്നിട്ട് ഇറങ്ങി വാ മുഹമ്മദേ എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് പോലും, ഈ അമ്രത്ത് എന്ന പെണ്ണ് പോലും റസൂലുള്ളാഹിനെ ചീത്ത പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ സ്വഭാവത്ത് പറയുന്ന നബിയെ, സ്ത്രീകളെ കൊല്ലെല്ലാം നോക്കി അതികൊണ്ടാരുമേ ആ വനിതകൊള്ള അടുത്തിടല്ല. എന്തുരത്താലോ അതി പെണ്ണല്ലയോന അവള് കൊൽവതിൽ എന്തുണ്ടി വേണ്ട ചെയ്തിടല്ല. സ്ത്രീകളെ കൊല്ലെല്ലാം നോക്കി അതുകൊണ്ടാരുമേ ആ വനിതകൊള്ള അടുത്തിടല്ല. എന്തുരത്താലും മതി പെണ്ണല്ലയോ അവളെ കൊൽവതിൽ വേണ്ട ചെയ്തിടല്ല. സ്ത്രീകളുടെ രക്തത്തിനാലെ മലിനമാകും സൈബ് മാത്രമല്ല ധീരത കനുയോജ്യമല്ല. മുസ്തഫാന്റെ ബിന്ദവാകി കേട്ട നേര സാബർ തീവ്രത്തിൽ നിന്ന് അങ്ങ് മാറി നിന്നു. സ്ത്രീകളെ കൊല്ലല്ല മോക്ക് ചായിരല്ല അതുകൊണ്ടാരുമേ വനിതകൊള്ള അടുത്തിടല്ല. എന്തൊരാലും മതി പെണ്ണല്ലയോ അവളെ കൊൽവതിൽ എന്തുണ്ട് വേണ്ട ചെയ്തിടയില്ല. റസൂലുള്ളാഹിനെ ചീത്ത പറയുമ്പോൾ സ്വഹാബികൾ പറയുന്ന നബിയെ, ആ പെണ്ണ് റസൂലുള്ളാഹിനെ ചീത്ത പറയുകയാണ്, റസൂലുള്ളാഹിനെ അവഹേളിക്കുകയാണ്, റസൂലുള്ളാഹിനെ പരീക്ഷിക്കുകയാണ്. ആ സമയത്ത് സ്വഹാബത്ത് പടക്കളത്തിലേക്ക് ഇറങ്ങാൻ, നബിയെ ഞാൻ പോയിക്കൊള്ളട്ടെ, ഞാൻ ഇറങ്ങിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വേണ്ട സ്വഹാബ, അവൾ പെണ്ണാണ്, അവൾ എന്ത് വേണമെന്ന് പറഞ്ഞോട്ടെ, അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പെണ്ണാണ്. ഓള് പറഞ്ഞു, നബി അവർ വല്ലാണ്ട് ചീത്ത പറയുന്നുണ്ട്, പറഞ്ഞോട്ടെ സ്വഹാബ, അവർ പെണ്ണല്ലേ. റസൂലുള്ളാഹി പറയാ, അവർ പെണ്ണല്ലേ, അവളെ ഒന്നും ചെയ്യണ്ട. നമ്മളുണ്ടല്ലോ ദേഷ്യം വരുമ്പോ ഭാര്യമാരെ അടിക്കുന്ന ഭർത്താക്കന്മാരില്ലേ, ബംഗൂസന്മാര് അല്ലേ. റസൂലുള്ളാഹി യുദ്ധത്തിൽ പോലും പറഞ്ഞതാ, അവര് പെണ്ണുങ്ങളാണ്, അവർ പാവങ്ങളാണ്, അവരടിക്കരുത്, അവരൊന്നും ചെയ്യരുത്, അവര് പാവമാണ്. അതുകൊണ്ട് അങ്ങനെ റസൂലുള്ളാഹി വല്ലാണ്ട് ചീത്ത പറയുന്നുണ്ട്, പറഞ്ഞോട്ടെ, ഓള് പെണ്ണല്ലേ. റസൂലുള്ളാഹി പറയാ, ഓള് പെണ്ണല്ലേ, പറഞ്ഞോട്ടെ, പെണ്ണുങ്ങളെ ചോരകളെ കൊണ്ട് നമ്മളെ ബാളുകളെ മലീമക്ഷമാക്കണ്ട, അവര് പറഞ്ഞിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വഹാബത്തിനെ അവരെ വധിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് മാത്രമല്ല, അതാ സൈന്യം കൂട്ടപ്പടക്ക് വേണ്ടി അതാ ഒരുങ്ങി കഴിയുകയാണ്. നേതൃത്വം അവരുടെ പാട്ടും പടവിളി തോറ്റ് പരിഭവ പൂർത്തി നോക്കിടല. ഉള്ളരി സൈന്യവുമേ ഹംസ തവണയിച്ചിടുമേ സുബലവരുടെ നേതൃത്വം വഹിച്ചിടല. അവരെ ഇടജമ്പം പുൽകിയ വമ്പസേനയുമേ
അവരുടെ പാട്ടും മടവിളി തോറ്റു പരിഭവ കൂപ്പി നോക്കിടുക ശത്രു പടയത നിന്ദിതായിരിക്കുന്നു ഗടഗട വെട്ടുതട്ടലും കാട്ടുകൂത്തലും ചുണ്ടമുണ്ടമിൽ നിന്ന് പിരിയലും ഹംസ പലരുടെ നേരെ കടുകം വീശിട് ചേല് പഴമ കുബി പടയായ നടുങ്ങിലോ പതിനാല് ആർത്തി നിലവിളിയായി സ്വയം ഓരമായി അസിയാപോലൊരേ തിടലായി അമിതറി കൊണ്ട് നിലവിളിയാ ജമലത്തിന് മുകളിൽ പുക ചീറി വരവതിന് അബുസുഫിയാനും ഖാലിദ് ബിൻ സുബ്ഹാനല്ലാഹ്. കൂട്ടപ്പട കടിപിടിക്കപ്പെട്ടിരിക്കുന്ന മുതൽ വെച്ചുകൊണ്ട് ഒരു ഭാഗത്ത് മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു, മറുഭാഗത്ത് ഹംസ റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകിയ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബ ഇക്രിമത്തും ഖാലിദും നേതൃത്വം നൽകുന്ന അബൂ സുഫിയാന്റെ പട്ടാളക്കാരുമായി പോയിട്ട് ഏറ്റുമുട്ടുവാൻ വേണ്ടി അതാ കൂട്ടപ്പട ആരംഭിക്കപ്പെട്ടു പോയി. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹാബ അതെല്ലാം മറന്നുകൊണ്ട് പൊരുതുകയാണ്. അതുപോലെ പ്രിയപ്പെട്ട സുബൈറിന്റെ സ്വഹാബിയത്തും എല്ലാം മറന്നുകൊണ്ട് പൊരുതുകയാണ്. അവരോട് ഏറ്റുമുട്ടുകയാണ് അബൂ സുഫിയാന്റെ പട്ടാളക്കാര്. പക്ഷേ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെയും നേതാക്കന്മാരെ പിന്നിലായി നിൽക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബത്തിനെ തരണം ചെയ്യുവാനോ അവരോട് പ്രതിരോധിക്കുവാനോ അബൂ സുഫിയാന്റെ പട്ടാളക്കാരെ കൊണ്ട് കഴിയുന്നില്ല. ആയുധങ്ങളോ ആൾബലങ്ങളോ അവരെക്കാൾ മൂന്നിരട്ടി കൂടുതലുണ്ടെങ്കിലും പക്ഷേ സ്വഭാവത്തിൽ പിടിച്ചു നിൽക്കാൻ ഇവരെ കൊണ്ട് കഴിയുന്നില്ല. കാരണം എന്തെന്നറിയുമോ? മുകൾ ഭാഗത്ത് നിന്ന് അമ്പുകൾ ചീറ്റി വരികയാണ്. അമ്പുകൾ ഇങ്ങനെ വരുന്നു. പല നെഞ്ചിലേക്കോ തലയിലേക്കോ മുഖത്തേക്ക് കൈകാലുകളിലേക്ക് ആഞ്ഞടിക്കുകയാണ് അമ്പുകൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇവരെ വെട്ടുകൾ തടയാൻ കഴിയുന്നുണ്ട്, കൊച്ചുകൾ തടയാൻ കഴിയുന്നുണ്ട്. പക്ഷേ മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന അമ്പ് തടയാൻ ഇവരെ കൊണ്ട് കഴിയുന്നില്ല, പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇക്രിമത്ത്, ഖാലിദ് അതേപോലുള്ളവരൊക്കെ ഒന്നാലോചിക്കുക. എന്ത് വേണം? ഖാലിദുണ്ട്, അബൂ സുഫിയാനുണ്ട്, ഇക്രിമയുണ്ട്. എന്ത് ചെയ്യണം? നേതാക്കന്മാർ കൂലഘട്ടം ചിന്തിക്കുവാൻ തുടങ്ങി. മീറ്റിംഗ് ആരംഭിച്ച് എന്താണ് വേണ്ടത്? ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. സ്വഭാവത്തിന്റെ വെട്ടുകൾക്ക് പുറമെ അമ്പുകൾ ചീരിപ്പായുകയാണ്. എന്താണ് ചെയ്യേണ്ടത് അറിയുന്നില്ല. മഹാനായ അബൂ ദുജാന അതാ ഇറങ്ങുന്നു പടക്കളത്തിലേക്ക്. തിരുമേനി തന്ന കടിക കരമില്ലുണ്ടല്ലോ കടിക കുപ്പാറിന് കൂട്ടത്തിൻ മധ്യ കയറിട്ട് പലവേറെ വെട്ടിടുന്നേ. ഓ പലവേറെ വെട്ടിടുന്നേ. ഇറങ്ങുന്ന പൂജാന തന്ന പുലിവീര് തിരുമേനി തന്ന കടിക കരമില്ലുണ്ടല്ലോ കടിക കൂട്ടത്തിൽ മധ്യ കയറിട്ട് പലവേറെ വെട്ടിടുന്നേ. ഓ പലവേറെ വെട്ടിടുന്നേ. അലരി കുറൈശികളു സായന്ത് കൊണ്ടവർ ഓടിയിടുന്നേ. അമിതീവരും വിളിച്ചിടുന്നേ. ശൂരർ സുബൈറും അലിയായിട്ടറിയാം ശക്തിയിൽ മുന്നേറുന്നേ. പല തലകളിൽ ഉതിർന്നിരിക്കുന്നേ. കൂട്ടപ്പെടാൻ ആരംഭിക്കപ്പെട്ടു പോയിരിക്കുന്നു. സ്വഹാബികൾ അമിത്തിന് കോടുവാക്ക് ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളെ പൊരുതുകയാണ്. അതേസമയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുക്കൾ ഉപയോഗിക്കുകയാണ് അവർ എക്സ്പോർട്ട് വാക്കുകൾ. അങ്ങനെ സുബ്ഹാനല്ലാഹ് രണ്ടീ ഭാഗം ജനങ്ങളും അത് ഇഞ്ചോടിഞ്ചോട് പോരാട്ടമാണ്. റസൂലുള്ളാഹി കൊടുത്ത ഘടകവുമായി കൊണ്ട് പടക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് ശത്രു സൈന്യത്തെ വകവരുത്തുകയാണ്. പിടിച്ചു നിൽക്കാൻ അബൂ സുഫിയാന്റെ പട്ടാളക്കാരെ കൊണ്ട് കഴിയുന്നില്ല. സുബൈർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു അതാ ശക്തിയായി മുന്നേറുകയാണ്. അവരെ പിടിച്ചു നിൽക്കാൻ ഇവരെ കൊണ്ട് കഴിയുന്നില്ലെന്ന് മാത്രമല്ല അമ്പുകൾ ഇങ്ങനെ മുകളിൽ നിന്ന് വരുന്നു. അബൂ സുഫിയാന്റെ പട്ടാളക്കാർ അമ്പേ പരാജയത്തിന്റെ വെക്കത്തിലാണ്.
700ഓളം സ്വാബത്തിനെ ഏറ്റുമുട്ടാൻ 3000ഓളം പട്ടാളക്കാരെ കൊണ്ട് കഴിയുന്നില്ല. അബൂ സുഫിയാന്റെ പട്ടാളം ദയനീയമായ പരാജയത്തിലാണ്. അവർ സ്തംഭിക്കുകയാണ്, അവർ വെപ്രാളം കാട്ടുകയാണ്. ഖൗഫാൽ പേടിച്ചു നിൽക്കുന്ന അബൂ സുഫിയാനോട് ഹിന്ദ് എന്ന് ഭാര്യ ചോദിക്കുന്നു, അല്ലയോ പ്രിയപ്പെട്ട നിങ്ങൾക്ക് എന്ത് പറ്റി? വൈഫ് ചോദിക്കുകയാണ് അബൂ സുഫിയാനോട്, ഹിന്ദ് നിങ്ങൾക്ക് എന്ത് പറ്റി പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ധീരനായിരുന്നുവല്ലോ, നിങ്ങൾ ഭീരുവായിരുന്നല്ലോ, നിങ്ങൾ ഇവിടെ പേടിച്ചുകൊണ്ട് വിറക്കുന്നു, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് അബൂ സുഫിയാനോട് ഭാര്യ ചോദിക്കുന്നു. എന്ന് മാത്രമല്ല ഭാര്യ പറയുന്നു, നിങ്ങൾ പൊരുതി മരിക്കുമോ? ഭർത്താവിനോട് ഭാര്യ പറയുകയാണ്, നിങ്ങൾ പൊരുതി മരിക്കുമോ? പേടിച്ചോടുന്ന പെൺകൂസന്മാർ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കാണത്തമുള്ള ആൺകുട്ടികളാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് മരിക്കാനും ആൺകുട്ടിയുടെ ഭാര്യയാണ് അവകാശപ്പെടാൻ കഴിയണം എന്നല്ലാതെ ജീവച്ഛകമായിട്ട് ഇവിടെ ആവശ്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ പൊരുതി മരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അബൂ സുഫിയാന് പൊരുതുവാൻ വേണ്ടി തന്റെ ഭാര്യ ഹിന്ദ് കൽപ്പിക്കുകയാണ്. കൽപ്പിക്കുന്നത് മാത്രമല്ല, പെണ്ണുങ്ങൾ കൂട്ടം കൂടിയിട്ട് പാട്ടുപാടുന്നു. എന്തിന്? അബൂ സുഫിയാന്റെ പട്ടാളക്കാർക്ക് ഉന്മേഷവും ആവേശവും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അബൂ സുഫിയാന്റെ പട്ടാളക്കാരെ പെണ്ണുങ്ങൾ ഇതാ പാടുന്നത് കേട്ടോളൂ. പാടുന്നു യുദ്ധം കൊടുമുടിയിലെത്തിയപ്പോൾ ആശംസ നേർന്നിടുന്നു ഞങ്ങൾ. സറിപ്പുമ്പോൾ പൊരുതിടുവിനിങ്ങൾക്കായി മാത്രം ഞങ്ങൾ. സർവാദ്യാവാദ്യമതും നിങ്ങൾക്ക് മംഗളങ്ങൾ. നല്ലോണം വീശിട വേണം നിങ്ങൾ കടുകങ്ങൾ. പുത്രികളാണ് നിങ്ങളുടെ ഞങ്ങൾ. ധീരരായുള്ളൊരു പുരുഷന്മാരുടെ പെണ്ണുങ്ങൾ. ധീരുക്കൾ വേണ്ട നമുക്ക് പേടിച്ചോടുന്നോർ. മനോഹരമായ വീട്ടിൽ സർവസുഖങ്ങൾ നൽകിടും ഞങ്ങൾ. നിങ്ങൾക്കാണ് ഞങ്ങളെ തടികൾ. മനോഹരമായ വീട്ടിൽ സർവസുഖങ്ങൾ നൽകിടും ഞങ്ങൾ. നിങ്ങൾക്കാണ് ഞങ്ങളെ തടികൾ. ഞങ്ങളുടെ സൗന്ദര്യം നിങ്ങൾക്കാണ്. മണം വീശുന്ന ദേഹമാണ്. കസ്തൂരി സുഗന്ധം വീശിടുന്നേ. പെണ്ണുങ്ങൾ പാടിടുന്നേ. പാടുന്നു യുദ്ധം കൊടുമുടിയിലെത്തിയപ്പോൾ നിങ്ങളിൽ ആശംസ നേരിടുന്നു ഞങ്ങൾ. സർപ്പം പോയി പൊരുതിടും നിങ്ങൾക്കായി മാത്രങ്ങൾ. പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് പാട്ടുപാടി ആശംസ അർപ്പിക്കുകയാണ്. നിങ്ങൾ ആൺകുട്ടികളാണ്, നിങ്ങൾക്കാണ് ഞങ്ങളുള്ളത്, അതുകൊണ്ട് നിങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുന്നു. നിങ്ങൾ സർപ്പം പോൽ പൊരുതുക, നിങ്ങൾക്കാണ് മാത്രം ഞങ്ങൾ ജീവിക്കുന്നത്. എല്ലാ അഭിവാദ്യങ്ങളും നിങ്ങൾക്കാണ്. നിങ്ങൾ നല്ലോണം പൊരുതുക. നിങ്ങൾ നല്ലോണം പൊരുതിക്കൊണ്ട് അങ്ങനെ വിജയിച്ചാൽ നക്ഷത്രപുത്രികളായ ഞങ്ങൾ നിങ്ങൾക്കാണ്. വീരന്മാരായുള്ള ആണുങ്ങളാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാര്. വീരിക്കളായ പെൺകുസന്മാർ ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം പൊരുതി മരിച്ചോളി. അങ്ങനെ നിങ്ങൾ ജീവിച്ചാല് നല്ല ഈ സൗന്ദര്യം നിങ്ങൾക്കാണ്. ബാക്കിയാകെ സൗന്ദര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പൊരുതിക്കോളി. ഈ സൗന്ദര്യം നിങ്ങൾക്കാണ്. ബുദ്ധിയില്ലെങ്കിൽ ചിന്തിച്ചുകൂടെ? ഈ സൗന്ദര്യം ഞങ്ങൾക്കാന്ന് പറഞ്ഞാൽ നമ്മ ബാക്കി വേണ്ടേ? നിങ്ങൾ പൊരുതിക്കോളി, പൊരുതിക്കോളി, സൗന്ദര്യം നിങ്ങൾക്കാ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടാ? പൊരുതിട്ട് കൊണ്ട് ചാവുക. എന്നിട്ട് വീണ്ടും പറയാണ്, നറുമണം വീശുന്ന ദേഹമാണ്. ആ മണം കേൾക്കണം. നറുമണം വീശുന്ന ഒരുന്ന കുളിച്ചില്ലെന്നറിയ കാര്യമാണ്. എന്നിട്ട് അവർ പറയുകയാണ്, കസ്തൂരി സുഗന്ധം വീശിടുന്ന ഞങ്ങളുടെ സ്വന്തം പെണ്ണുങ്ങൾ അവരെ വർണ്ണിക്കുകയാണ്. മാത്രമല്ല ഇന്ത്യത്തും പെണ്ണുങ്ങൾ ആശംസ ഇങ്ങനെ പാടുകയാണ്. പാടുന്നു എന്ന് മാത്രമല്ല, ഈ പാട്ടെന്ന് കേട്ടപ്പോ അവർക്ക് അത്രയല്ല വേണ്ടത്. മിസ്കോളിന്റെ ബേക്കിലോടുന്നവരല്ലേ. അങ്ങനെ വല്ലാണ്ട് വേഷമായി പാട്ടെന്ന് കിട്ടിയപ്പോ വല്ലാണ്ട് ആവേശമായി അവര് പൊരുതുവാൻ തുടങ്ങി എന്ന് മാത്രമല്ല, അതാ വരുന്നു മഹാനായ ഹംസ റളിയല്ലാഹു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പട്ടാളക്കാരൻ വരുന്നു പടക്കളത്തിലേക്ക്. ധിക്കാരത്തോടെ വീശുന്നു മിന്നാട്ടത്ത് ദേഹം ഒരുക്കി പോലെ പ്രാണവന്നാരിച്ചത് വെട്ടുന്നു അമ്പത് തടുകുന്നു ദുഷ്ടസിബാഹും വന്നു അന്തത്തെ ലക്ഷ്യം വെച്ച് ധിക്കാരത്തോടെ വീശുന്നു മിന്നാട്ടത്ത് ദേഹം ഒരുക്കി പോലെ പ്രാണവനാരിച്ചത് വെട്ടു
പോകുന്നു ജിന്നത്തിൽ രണ്ടാളും രണ്ടാമതും മതനാടി അംഗത്തെ പടിയവനെഴുതി തക്ബീർനികൾ പൊങ്ങി ആനന്ദ താനയെന്നോ തിരുതാ സന്തോഷിത അംഗത്തെ വാഴ്ത്തിയിടുന്നേ നിജ സിഭാവുണ്ട് തീറ്റിയും മരിക്കുന്നേ രണ്ടാകുന്നേ ഹംസ കുതിക്കുന്നേ പട്ടാളക്കാരും ഹംസയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വടക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഹംസക്ക് നേരെ വെട്ടുകള്, ഹംസക്ക് നേരെ കുത്തുകള്, ഹംസക്ക് നേരെ തട്ടുകളെത്തിക്കൊണ്ട് ഹംസയെ ക്രൂരമായി ആക്രമിക്കപ്പെടുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു അവനോട് പ്രതികരിക്കുകയാണ്. അങ്ങനെ സുബ്ഹാനല്ലാഹ് രണ്ടുപേരും ജോഡിച്ചങ്ങോട്ട് പൊരുതി എന്ന് മാത്രമല്ല ആർക്കും വിജയമോ പരാജയമോ പറ്റാത്ത രൂപത്തിൽ രണ്ടുപേരും ഇഞ്ചോടിച്ചങ്ങോട്ട് പൊരുതി അവസാന മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു തന്റെ വാൾ പൊക്കി പിടിച്ചുകൊണ്ട് ഇതാ സിബാ എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടാഞ്ഞു വെട്ടിയപ്പോൾ ഹംസ റളിയല്ലാഹു തക്ബീർകളോടുകൂടി ആ വെട്ടങ്ങോട്ടേറ്റുകൊണ്ട് അതാ സിബാ രണ്ട് കഷ്ടമായി പടക്കളത്തിൽ അങ്ങോട്ട് വീണു എന്ന് മാത്രമല്ല ആ സമയത്താണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ വളയുന്നു ആറ് കഠിന ബലായില്ലാതെ പേട്ട് നടുവതിലങ്ക് കുടുങ്ങിട്ട് പടയതിരുക്ഷം ആയിടയപ്പോൾ വൈരിക ചൂട്ട് ഹംസ കഠിന കഠോരമപ്യാസത്തെ വാളോ നീട്ട് കഠിന ബലാഹില്ലാതെ നടുവതിലങ്ക കൂട്ടുന്നിട്ട് പടയതിരുക്ഷം ആയിടയപ്പോൾ വൈരിക ചൂട്ട് ഹംസ കഠിന കഠോരമപ്യാസത്തെ വാളോ നീട്ട് ഹംസയ വലയം ചെയ്ത് കോട്ടാവാളുകൾ ഒരിടുമൈത് ശബലിനുകളിൽ ഇന്നവർ ഹംസയുടെ സ്ഥിതി കണ്ട് അവരത് ചടചടചരമെറിവായതിന കുറൈശികൾ തോറ്റി കഠിന ബലാഹിൽ ആകപ്പെട്ട് നടുവതിലങ്ക കൂട്ടുന്നിട്ട് പടയതിരുക്ഷം ആയിടയപ്പോൾ വൈരിക ചൂട്ട് ഹംസ കഠിന കഠോരമപ്യാസത്തെ വാളോ നീട്ട് ഒരാപൽകരമായ സ്ഥിതിവിശേഷം തരണം ചെയ്യേണ്ടി വരികയാണ്. ഹംസ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുവാൻ വേണ്ടി ഹംസയെ വെട്ടുവാൻ വേണ്ടിയിട്ട് 14ഓളം ഖുറൈശികൾ ഹംസക്ക് നേരെ വളയുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു ആ 14ഓളം ഖുറൈശികൾക്ക് നേരെ തന്റെ കഴിവിന്റെ പരമാവധി കയ്യിലുള്ള വാളുകളെ കൊണ്ട് ആയുധങ്ങളെ കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു അവരെ തരണം ചെയ്യുകയാണ്. പക്ഷേ 14 വാളുകൾ ഒന്നിച്ചു വരുമ്പോൾ 14 വെട്ടുകൾ ഒന്നിച്ചു വരുമ്പോൾ അത് തടയാൻ ഹംസത്തുൽ ഖറാറിനെ കൊണ്ട് കഴിയുന്നില്ല. ഹംസ റളിയല്ലാഹു അൻഹു കഴിവിന്റെ പരമാവധി ആ ശത്രുക്കളുമായി പൊരുതി നിൽക്കുകയാണ്. ആ രംഗം കണ്ടു ആരി മലമുകൾ വെച്ചുകൊണ്ട് സ്വഹാബത്ത് അമ്പെയ്ത്തുകാരക സ്വഹാബത്ത് ആ രംഗം കണ്ടപ്പോൾ അതൊട്ടും പഴാക്കാതെ കണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ വളഞ്ഞ ശത്രുക്കൾക്ക് നേരെ മലമുകൾ നിന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ സ്വഹാബ അമ്പങ്ങോട്ട് ചെയ്തു. ശത്രുക്കൾ ജീവനും കൊണ്ടോടി. ഹംസ റളിയല്ലാഹു രക്ഷപ്പെട്ടു. പക്ഷേ ഹംസയുടെ രക്ഷപ്പെട്ടെങ്കിലും ഹംസ റളിയല്ലാഹുവിന്റെ ആയുഷ് എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. എവിടെ രക്ഷപ്പെട്ടു? പക്ഷേ വീണ്ടും ഹംസ റളിയല്ലാഹു അൻഹു ഒരാപൽകരമായ സ്ഥിതിവിശേഷം തരണം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതേ നമ്മുടെ ഹൂദിലെ കണ്ണുനീർ എന്നാണ് നമ്മളെ കണ്ണുനീർ. അതിനു മുമ്പ് അത് സമ്മതിക്കാതെ ഉഗ്രകാമികളായ വർഗീയവാദികളായ തീവ്രവാദികളായി ഖുറൈശി മക്കൾ 3000-ഓളം പട്ടാളക്കാര് മദീനയെ ചുട്ടീകരിക്കുവാൻ വേണ്ടിയിട്ട് മഹാനായ പ്രവാചകനെയും സ്വഹാബത്തിനെയും ഈ ലോകത്തിന് ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു വരുന്നു മദീനയിലേക്ക്. അത് മഹാനായ അബ്ബാസ് റളിയല്ലാഹുവിന്റെ കത്ത് മുഖേന പ്രവാചകനായകയും അറിഞ്ഞ അടിസ്ഥാനത്തിലോ അള്ളാഹുവിന്റെ റസൂല് 900-ഓളം സ്വഹാബത്തിനെ കൂട്ടിക്കൊണ്ട് അതേ അബൂ സുഫിയാന്റെ പട്ടാളക്കാരുമായി
പൊരുതുവാൻ വേണ്ടി പുറപ്പെട്ടു എന്നും വഴിമധ്യയിൽ വെച്ചുകൊണ്ട് 200 മുനാഫിക്കുകൾ 200 കപട വിശ്വാസികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ 700ഓളം സ്വഹാബത്തിനെ കൂട്ടിയിട്ട് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശഹീദാകുവാൻ വേണ്ടി അതാ വരികയാണ്. ആ വന്നുകൊണ്ട് മഹാനായ പ്രവാചകനും സ്വഹാബത്തും അതേ ഉഹുദ് എന്ന മലയുടെ താഴ്വരയിലേക്ക് സവ്വാൽ 6-ന് എത്തുകയാണ്. അതിനപ്പുറം എന്തൊക്കെയാണ് നടക്കുന്നത് ആ ഭാഗം എടുത്തുകൊണ്ട് കഥാകൃത്ത് ഇങ്ങനെ ഉദ്ധരിക്കുകയാണ്. ഉഹുദ് എന്ന മലയുടെ വാതിൽ സവ്വലരിൽ ആഹദിന്റെ തിരുദൂതറിയേ ദിനം വെള്ളി സായം സന്ധ്യശു സ്വാഗരം അതിലയിൽ അവിടവിൽ കൂടിയേ ഉഹുദ് എന്ന മലയുടെ വാതിൽ സവ്വലരിൽ ആഹദിന്റെ തിരുദൂതറിയേ ദിനം വെള്ളി സായം സന്ധ്യശു സ്വാഗരം അതിലയിൽ അവിടവിൽ കൂടിയേ ചെവിയുള്ള ഉറങ്ങുമ്പോൾ നടക്കുന്ന മനവേ ശരപുറ്റ മലകൾ ഇറങ്ങുന്നു ക്ഷണനെ സുരരംഗത്തൊലിയൊരു ഒളിപ്പിക്കുന്നുടനെ സുരലോക സുവർഗത്തിൽ തടുക്കുന്ന സ്വപ്നമേ ഞെട്ടിയുണർന്നതാക്കൊടി തോറുള്ള എല്ലാമെല്ലാം അപ്പളറിഞ്ഞിടെ മുസ്തവമെങ്കില്ല ഏതായാലും അംസനാളെ ശൈതാണ് മന്നവന്റെ ഭീതിയാണ് അത്തരമില്ലൊരു സ്വപ്നമിതന്ത് മലയുടെ വാതിൽ സവ്വാലരിൽ ആഹദിന്റെ തിരുദൂതറിയേ ദിനം വെള്ളി സായം സന്ധ്യശു സ്വാഗരം അതിലയിൽ അവിടവിൽ കൂടിയേ അബൂ സുഫിയാന്റെ വട്ടാടുമായി ഏറ്റുമുട്ടുവാൻ വേണ്ടിയിട്ട് മഹാനായ പ്രവാചകർ 700ഓളം സ്വഹാബാക്കിറാമ്യങ്ങളെ കൂട്ടിക്കൊണ്ട് ഉഹുദ് മലയുടെ താഴ്വരയിലേക്ക് അഥവാ സവ്വാൽ 6 വെള്ളിയാഴ്ച നിന്ന് വെള്ളിയാഴ്ച ദിനം വെള്ളി സായം സന്ധ്യ അഥവാ മഗ്‌രിബിന്റെ സമയത്ത് രാത്രി സമയത്ത് മഹാനായ പ്രവാചകർ 700ഓളം സ്വഹാബത്തിനെ കൂട്ടിക്കൊണ്ട് അതാ ഉഹുദ് മലയുടെ താഴ്വരയിലേക്ക് എത്തി. അന്നും മഗ്‌രിബായി. മഗ്‌രിബി സാഹലാനുഷ്ഠാനങ്ങൾക്ക് ശേഷം അല്പം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഭക്ഷിച്ചു. എന്നിട്ട് അവർ ഔറാദുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബ പല ഭാഗത്തുമായി കിടന്നിറങ്ങുകയാണ്, പല ഭാഗത്തുമായി വിശ്രമിക്കുകയാണ്. മഹാനായ പ്രവാചകനും അല്പം ഉറക്കത്തിലാണ്. ആ ഉറക്കത്തിലായ പ്രവാചകന് പാതിരാ സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നം കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഞെട്ടി ഉണരുകയാണ്. എന്താ സ്വപ്നമെന്നറിയുമോ? മഹാനായ പ്രവാചകൻ കണ്ട കിനാവാണ്. പാതിരാ സമയത്ത് കണ്ട കിനാവാണ്. പ്രവാചകൻ ഞെട്ടി ഉണരുകയാണ്. എന്താണ് ആ കിനാബ്? മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ പുത്രനായ ഹംസ, റസൂലുള്ളാഹിന്റെ വലം കൈയായിക്കൊണ്ട് ബദറിൽ പ്രവർത്തിച്ച ഹംസ, ഏത് പ്രതിബന്ധ ഘട്ടങ്ങളിലും റസൂലുള്ളാഹിനെ സഹായിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ഹംസ, ആ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുന്ന ഒരു സ്വപ്നമാണ് മഹാനായ പ്രവാചകർ കണ്ടു. മഹാനായ പ്രവാചകൻ ഞെട്ടിയുണർന്നുകൊണ്ട് വേർക്കുകയാണ്, വല്ലാണ്ട് വിഷമത്തിലാണ്. സ്വഹാബികൾ ചോദിച്ചു, നബി എന്താണ് പ്രശ്നം? അങ്ങേക്ക് വല്ലാണ്ട് വിഷമുണ്ടല്ലോ, അങ്ങക്ക് വല്ലാണ്ട് ബേജാറുണ്ടല്ലോ, എന്ത് പറ്റി ഹബീബേ എന്ന് അനുയായികൾ ചോദിച്ചപ്പോൾ മഹാനായ പ്രവാചകൻ പ്രതികരിച്ചില്ല. റസൂൽ മറുപടി പറഞ്ഞില്ല. പ്രവാചകന് ഉറപ്പാണ് നാളെ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദാണ് എന്ന് ഉറപ്പിച്ച മഹാനായ പ്രവാചകൻ വളരെ വിഷമത്തോടെ കഴിഞ്ഞുകൂടി എന്ന് മാത്രമല്ല, അതാ നേരം അങ്ങോട്ട് വെളുക്കുന്നു. നേരം അങ്ങോട്ട് വെളുത്തപ്പോൾ അതാ സുബ്ഹാനല്ലാഹ് കേൾക്കോ, ഇരുചേരികളും ഒരുമിച്ച് ഉഹുദ് മല വലഭാഗത്ത് റസൂൽ നബി സാജരിലമര ദുആ ചെയ്ത് ഇറയവ ചെയ്യും ബർക്കത്ത്. ഇരുചേരികളും ഒരുമിച്ച് ഉഹുദ് മല വലഭാഗത്ത് റസൂൽ നബി സാജരിലമര ദുആ ചെയ്ത് ഇറയവ ചെയ്യും ബർക്കത്ത്. സബരെ രണ്ടാക്കി മാറ്റി ഒരു ടീമിന്റെ അംഗത്തെ ചൂണ്ട്, മറ്റൊരു ടീമിന്റെ ലീഡ് സുബൈറുബ്നുല്ലവാമെന്ന് മോദി. സബരെ രണ്ടാക്കി മാറ്റി ഒരു ടീമിന്റെ അംഗത്തെ ചൂണ്ട്, മറ്റൊരു ടീമിന്റെ ലീഡ് സുബൈറുബ്നുല്ലവാമെന്ന് മോദി. ശത്രുപക്ഷം ഇരുട്ടി
ടീമിന്റെ ഗീതം ഇക്രിമയ ചേലിൽ ശത്രുപക്ഷവും ഇരു ടീമായി വന്ന കാല് മറ്റൊരു ടീമിന്റെ ലീഡർ ഇക്രിമയ ചേലിൽ ഇരുചേരികളും ഒരുമിച്ച് ബുദ്ധിമല മലഭാഗത്ത് ചെയ്തു ചെയ്യും മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബികള് അബൂ സുഫിയാന്റെ അനുയായികള് അതാ ഉഹുദുമയുടെ ഭാഗത്തായി നിൽക്കുകയാണ്. ഉഹുദുമയുടെ ഭാഗത്തായിക്കൊണ്ട് മഹാനായ പ്രവാചകർ തന്റെ സ്വഹാബത്തിൽ എത്തുകയാണ്. എന്നിട്ട് മഹാനായ പ്രവാചകർ തന്റെ സ്വഹാബത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അങ്ങനെ അല്ലാഹു തആല നമുക്കാൾ ബലമില്ലെങ്കിലും നമുക്കായുധമില്ലെങ്കിലും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും സ്വഹാബത്തെ എന്ന് പറഞ്ഞ് മഹാനായ പ്രവാചകർ സ്വഹാബത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തു. എന്നിട്ട് മഹാനായ പ്രവാചകൻ ആ 700 സ്വഹാബത്തിനെ 2 ടീമാക്കി മാറ്റുകയാണ്, 2 ഗ്രൂപ്പാക്കി മാറ്റുകയാണ്. ഉഹുദ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രമല്ല പോരാടേണ്ടി വരിക, മലയുടെ മുകളിൽ നിന്ന് താഴ്ഭാഗം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാനായ പ്രവാചകൻ 2 സ്വഹാബത്തിനെ 2 ടീമാക്കിയിട്ട് 2 ഗ്രൂപ്പാക്കിയിട്ട് മാറ്റുകയാണ്. എന്നിട്ട് ഒരു ഗ്രൂപ്പിന്റെ ലീഡറായിട്ട് ഹംസ റളിയല്ലാഹു അൻഹു പ്രവാചകൻ തെരഞ്ഞെടുത്തു. ഹംസത്തോരെ ആ ടീമിന്റെ ലീഡർ നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലീഡർഷിപ്പ് നൽകി ഒരു ഭാഗത്തുന്നത് മറു ടീമിന്റെ ലീഡറിനായിട്ട് മഹാനായ സുബൈർ അബ്ബാബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു. അങ്ങനെ 2 ടീമായ റസൂലുള്ളാഹിന്റെ സ്വഭാവത്ത് അതുപോലെ തന്നെ അബൂ സുഫിയാന്റെ പട്ടാളവും 2 ടീമാക്കി മാറ്റി. ഒരു ടീമിന്റെ ലീഡർ ഇക്രിമത്തിനെയാക്കി. ഇക്രിമത്ത് ഒരു ടീമിൽ ഈ ഭാഗത്ത് ലീഡറാണെങ്കിൽ മറ്റു ലീഡറായിട്ട് ഖാലിദിനെ നിയോഗിച്ചു. അങ്ങനെ ഖാലിദും ഇക്രിമത്തുമായി കൊണ്ട് 2 ടീം ലീഡർമാരാണെങ്കിൽ ഹംസ റളിയല്ലാഹു അൻഹും സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുമായി 2 ലീഡർമാരായിട്ട് 2 ടീമുകൾ പ്രഖ്യാപിച്ചു. എന്നിട്ട് മഹാനായ പ്രവാചകൻ ആ 2 ടീമിൽ നിന്നും 51 സ്വഹാബത്തെ തെരഞ്ഞെടുത്തു. നല്ല കേൾപ്പുള്ള അമ്പെയ്ത്ത് വിദ്യരായ അമ്പയ്യാൻ തന്റെ ഇടമുള്ള കഴിവുള്ള നല്ല വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന 51 സ്വഹാബത്തെ അല്ലാഹുവിന്റെ റസൂൽ തെരഞ്ഞെടുത്തുകൊണ്ട് മഹാനായ പ്രവാചകൻ ആ സ്വഹാബത്തിനോട് ഇതാ ഇങ്ങനെ പറയുന്നു. അബ്ദുല്ലാഹി ഇബ്നു സുബൈരി ഫീൽ 50 ബില്ലാഹി സൂര ഉഹുദിൽ കയറാനൊരേ അവരെ അതുപോലെ ചെയ്യുമെന്നോട്ട്. അബ്ദുല്ലാഹി ഇബ്നു സുബൈരി ഫീൽ 50 ബില്ലാഹി വീര ഉഹുദിൽ കയറാനൊരേ അവരെ അതുപോലെ ചെയ്യുമെന്നോട്ട്. എന്ത് വന്നിടുകിലും നിങ്ങൾ ഇറങ്ങിടാതെ അജത്ത മാത്രമേ വന്നാൽ മതി തെറ്റാതെ. എന്ത് വന്നിടു ശത്രുക്കൾ മലയിൽ കയറിയ അപകടമാണോ വാർത്തവുമല്ലാതെ യുദ്ധത്തിൽ സകലം മരിച്ച തന്നെയും നിങ്ങൾ ഇറങ്ങല്ലേ തായേ. ശത്രുക്കൾ മലയിൽ കയറിയാൽ അപകടമാണ് വാർത്തവുമല്ലാതെ വൈരിപാണയങ്ങ് പിന്തിരിഞ്ഞു ഓടിയാൽ വരണമെങ്കിൽ ഞാൻ വിളിച്ചു ശേഷമേ വരാവൂ. വൈരിപാണയങ്ങ് പിന്തിരിഞ്ഞു ഓടിയാൽ വരണമെങ്കിൽ ഞാൻ വിളിച്ചു ശേഷമേ വരാവൂ. ഇരുചേരികളും ഒരുമേറ്റ് ബുദ്ധിമല വലഭാഗത്ത് റസൂല് ഒരു ദുആ ചെയ്ത് ഇറയം ചെയ്യും മറികേറ്റി. 51 സ്വഹാബികളിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ പ്രവാചകൻ പറഞ്ഞു, സുബൈറെ, നിങ്ങളാണ് ഈ 51 ആളിൽ ലീഡർ. നിങ്ങൾ ഈ 50 ആളെയും കൂട്ടിയിട്ട് ഇവർ അമ്പെയ്ത്ത് വില്ലന്മാരാണ്, അമ്പെയ്യാൻ പ്രത്യേകമായ കഴിവുള്ളവരാണ്. ഇവിടെയും കയറ്റിയിട്ട് ആ മലമുകൾ നിങ്ങൾ കാരണം ആ മലമുകൾ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ യുദ്ധത്തെ നിയന്ത്രിക്കേണ്ടത്. അത് നിയന്ത്രിക്കാനുള്ള കേൾപ്പ് അവിടെ നിന്ന് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ 51 പേരും ആ മലയിൽ പോയിട്ട് അതിന്റെ മുകളിൽ നിൽക്കണമെന്ന് റസൂൽ കൽപ്പിച്ചു. എന്നിട്ട് മഹാനായ പ്രവാചകൻ കർക്കശമായിട്ട് പരിസ്വാബ ഒരു കാരണവശാലും നിങ്ങൾ താഴെ ഇറങ്ങി വരാൻ പാടില്ല. ഞാൻ വിളിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ഇറങ്ങി വരാൻ പാടുള്ളൂ.
ഏതുവരെ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ മുഴുവനും ഷഹീദായാൽ പോലും നിങ്ങൾ ഇറങ്ങി വരാൻ പാടില്ല. മാത്രമല്ല നമ്മളൊക്കെ വിജയിക്കുകയും ശത്രുക്കൾ അമ്പെ പരാജയപ്പെടുകയും ചെയ്താൽ പോലും ഞാൻ വിളിച്ചാലല്ലാതെ നിങ്ങൾ വരാൻ പാടില്ല എന്ന് കർക്കശമായ നിർദ്ദേശം നൽകിയിട്ട് 51 സ്വഹാബത്തിനെ മലമുകളിലേക്ക് റസൂൽ പറഞ്ഞയച്ചു. അവർ അമ്പും വില്ലുമായി മലമുകൾ അങ്ങോട്ട് കയറി. ഇവിടെ ഞങ്ങളുടെ ഈ ഭാഗം സ്വഹാബിക മഹാനായ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് അബൂ സുഫിയാന്റെ പട്ടാളം 4 ചേരികളായി 4 ഗ്രൂപ്പുകളായിട്ട് അതാ യുദ്ധം ആരംഭിക്കപ്പെടുകയാണ്. അടർക്കളത്തിൽ ഉഹുദിൽ തീപിടിക്കപ്പെട്ടിരിക്കുന്നു. പടക്കളത്തിലേക്ക് അതാ ശ്രദ്ധിക്കുക ആ ഭാഗം. മൗനമിൽ അവർ നിന്ന നേരം ഖുറൈശി പടയിൽ നിന്നൊരൊത്ത അബൂ അംറുറൈബിയം എന്ന തോറ്റ അടവി വന്നാനെ. ഉടനടിനവ തിട്ടുകിൽ അവൻ കിപ്പിരിനടി ചതമുണ്ടിൽ കുതിച്ചിടുന്നേ. റാഹിബ് പുലാപ്യം പറഞ്ഞിടുന്നേ. സാബരനെന്റത് ചെയ്യുന്നേ. മൗനമിൽ അവർ നിന്ന നേരം ഖുറൈശി പടയിൽ നിന്നൊരൊത്ത അബൂ അംറുറൈബിയം എന്ന തോറ്റ അടവി വന്നാനെ. ഉടനടിനവ തിട്ടുകിൽ അവൻ കിപ്പിരിനടി ചതമുണ്ടിൽ കുതിച്ചിടുന്നേ. റായിബ് പുലപ്യം പറഞ്ഞിടുന്നേ. സാബരനെന്റത് ചെയ്യുന്നേ. മഹാനായ റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ അബൂ സുഫിയാന്റെ പട്ടാളക്കാര് ആ ഉഹുദിന്റെ താഴ്വരയിൽ ഒരുങ്ങി നിൽക്കുകയാണ്. ഏത് സമയത്ത് യുദ്ധം ആരംഭിക്കുവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴേക്കാണ് അബൂ സുഫിയാന്റെ ചേരിയിൽപ്പെട്ട ഒരു പട്ടാളക്കാരൻ അബൂ ഹംറായിബ് എന്നൊരു മദീനക്കാരൻ ഒരു കുതിരപ്പുറത്ത് അങ്ങോട്ട് കയറിയിട്ട് മഹാനായ റസൂലുള്ളാഹിന്റെ സ്വഹാബികളെ കൊണ്ട് ആ പട്ടാളക്കാരൻ കുതിരയെ പറപ്പിച്ചു. ആട്ടർക്കേളം മൗനം പൂണ്ടി ജനം നിൽപ്പാനേ. ആട്ടർക്കേളം മൗനം പൂണ്ടി ജനം നിൽപ്പാനേ. ഖുറൈശി പടയിൽ നിന്ന് യുദ്ധൻ വന്നാനേ. അബൂ അംറുറൈബിന് മദീനക്കാര് അബൂ സുഫിയാൻ ചേരിയിൽ ചേർന്നുള്ളതുറ്റേ അട്ടാസിച്ചവനബിയരെ നോക്കി ജഡനാനിൻ കഥ പൂർണ്ണമതാക്കി പോകുവന്നവനാണവർക്ക് നമ്മുടെ ആ മദീനാന് കയ്യിലാടക്കി ഷാമിൽ പോകും വഴിയും മദീനത്താക്കി. റായിബ് എന്ന പട്ടാളക്കാരൻ പടക്കളത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് മഹാനായ പ്രവാചകൻ നോക്കി അട്ടാസിക്കുകയാണ്. ഓ മുഹമ്മദേ, നീ ഞങ്ങളെ മദീനയെ കയ്യിൽ വെച്ചു. അവൻ മദീനക്കാരാണ്. അവൻ വന്ന് റസൂലുള്ളാഹിനെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ മുഹമ്മദേ, നീ ഞങ്ങളെ മദീനയിലേക്ക് വന്നിട്ട് ഞങ്ങളെ മദീനയെ നീ കയ്യിലടക്കി എന്ന് മാത്രമല്ല, മുഹമ്മദേ, നിന്റെ കഥ കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഷാമിൽ കച്ചവടത്തിന് പോകുന്ന വഴികൾ നീ അധീനത്താക്കി എന്ന് മാത്രമല്ല, ബദറിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ നേതാക്കന്മാരെ നീ കുലപ്പെടുത്തി എന്ന് മാത്രമല്ല, നീ ഒരു പുതിയ മതവുമായി കൊണ്ട് ഇവിടേക്ക് ഇറങ്ങി വന്നു മുഹമ്മദേ എന്ന് മാത്രമല്ല, മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ആ കിങ്കരന്മാരാണ് ഉയർത്തുകയാണ്. എന്നിട്ട് മഹാനായ പ്രവാചകരോട് പറയുന്നു, മുഹമ്മദേ, ഈ ശൈഫ് കൊണ്ട് ഈ വാളുകൊണ്ട് തലവെട്ടി മുറിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അബൂ അംറായിബ് എന്ന പട്ടാളക്കാരൻ പടക്കളത്തിൽ ഇങ്ങനെ കറന്നിട്ട് റസൂലുള്ളാഹിനെ വെല്ലുവിളിക്കുമ്പോ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് പടക്കളത്തിലേക്ക് ഇറങ്ങിയില്ല. അതിന്റെ ആവശ്യമില്ല. അവിടെ വെച്ചുകൊണ്ട് 51 സ്വഹാബ അത് വീക്ഷിക്കുകയാണ്. ഈ ക്രൂരൻ പടക്കളത്തിൽ ഇങ്ങനെ പറക്കുന്നു. റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞുകൊണ്ട്, റസൂലുള്ളാഹിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ പട്ടാളക്കാരൻ ഇങ്ങനെ പറക്കുമ്പോൾ മുകളിൽ നിന്ന് മഹാനായ ഒരു അസ്വാബി എന്ത് ചെയ്തു എന്ന് കൂടി കേൾക്കോ. പുതിയൊരു മതം കൊണ്ടി നടന്ന് അതിനാൽ ലക്ഷമരാം ഞാൻ ഇന്ന് ചെയ്താതിന്റെ ശിരശീല തെറ്റി മുറികോ. ദീപാല കടികത്തെ ചെയ്യായ മാണികോ. ഉടനൊരോജരും വേണം ദിനമതിയൊരു ചുടിനാനവനടി നിന്തിരിഞ്ഞോട്ടിയ ചേർന്നവനണിയ പുലത്തിന്റെ പാറയെന്ന് പിന്നെ പോരാടാൻ എന്നോടാരാണ് കാണാം ഞാനിന്നേ. പുലഭ്യങ്ങൾ പറയുന്നു പിന്നെ പോരാ
പട്ടാളക്കാരൻ ചീത്ത പറഞ്ഞുകൊണ്ട് പടക്കളത്തിൽ കറങ്ങുമ്പോൾ റസൂലുള്ളാഹിന്റെ സ്വഹാബ അമ്പെയ്ത്തുകാരായ സ്വഹാബ ഒരു അമ്പ് ബിസ്മില്ലാ അതാ പടക്കളത്തിലേക്ക് അബൂ റായിബിന് നേരെ അടക്കളത്തിലങ്ങോട്ട് വീണോ. അടക്കളത്തിലങ്ങോട്ട് വീണപ്പോഴേക്കാണോ സുബ്ഹാനല്ലാഹ് ഒരു പട്ടാളക്കാരൻ വീണ്ടും പടക്കളത്തിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് ആ പട്ടാളക്കാരൻ റസൂലുള്ളാഹിന്റെ പുലഭ്യങ്ങൾ പറയുകയാണ്, റസൂലുള്ളാഹിനെ ചീത്ത പറയുകയാണ്. ആ പട്ടാളക്കാരൻ ഉഖ്ബ എന്നാണ്. അതാണ് എല്ലാവരുടെ ചരിത്രം. അങ്ങനെയാണ് ചീത്ത പറയാ, ഇല്ലാത്ത ആരോപണങ്ങൾ ആരോപിക്കുക. അത് ആരോപണങ്ങൾ വിശ്വസിക്കുന്നതാവട്ടെ വിശ്വസിക്കാത്താവട്ടെ അത് ആരോപിച്ച് കളയുക. അതാണ് പാരമ്പര്യം. അങ്ങനെ റസൂലുള്ളാഹിന്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ റസൂലുള്ളാഹിനെ വെച്ച് കിട്ടുകയാണ്. റസൂലുള്ളാഹിനെ ചീത്ത പറയുകയാണ്. ഉഖ്ബ എന്നിട്ട് പറയുന്നു, മുഹമ്മദേ ഞാൻ നിന്നെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി വന്നവനാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, യാ സുബൈർ, ഹാനക സുബൈറിനെ വിളിച്ചു. ലബ്ബൈക സഅദീക യാ റസൂലുള്ളാഹ്. സുബൈർ ഇങ്ങോട്ട് കടന്നു വന്നു. പോകൂ സുബൈറേ, ആ മതമനകിയാണെ പിടിച്ചുവിട്ടു സുബൈറേ. സുബൈറിനുള്ള കൽപ്പന ഇത് കേട്ട് സുബൈർ റളിയല്ലാഹു അൻഹു വിളിച്ചു, ഖൂലു തക്ബീർ. ബദറിൽ കേട്ടൊരു മുദ്രാവാക്യം, അന്നും ഞങ്ങളെ മുദ്രാവാക്യം, ഇന്നും ഞങ്ങളെ മുദ്രാവാക്യം, എന്നും ഞങ്ങളെ മുദ്രാവാക്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനക സുബൈർ റളിയല്ലാഹു അൻഹു വിളിച്ചപ്പോൾ സ്വഹാബത്ത് ഏറ്റുപറഞ്ഞു. സുബൈർ റളിയല്ലാഹു അൻഹു അതാ ഒരു വാളുമായി കൊണ്ട് വരട്ടെ സ്വഹാബ, കാണാം അല്ലാഹുവിന്റെ വിധിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളെ മത്സരയിൽ. അസ്സലാമു അലൈക്കും തവക്കൽതു അലല്ലാഹ്. മക്കികൾ വന്നിട്ട് കാണികരുകാരെ ഇല്ലടകപ്പ് സുബൈറുബ്നുൽ അവ്വാം അവന് കൊല്ലേ ആടോട്ട് ജയിക്കാമെന്നീനെ കണ്ട കോട്ട പുറത്ത് സുബൈറുബ്നുൽ അവ്വാം അവന് കൊള്ളയാടുത്ത് ജയിക്കാമെന്നീനെ കണ്ട കോട്ട പുറത്ത് വിശ്വാസികളുടെ മുതലുകൾ വില കണ്ടട നീജന നിന്ന് ഭയപ്പെടുത്തും നിൻ തല തടിയന്ന് വിശ്വാസികളുടെ മുതലുകൾ നിന്ന് വില കണ്ടട നീജന നിന്ന് ഭയപ്പെടുത്തും നിൻ തല തടിയെന്ന് ബഹുഭങ്കർ സുബൈറുന്ന ബഹുനേരം പോരാടുന്നു സുബൈർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കുതിരപ്പുറത്ത് കയറിയിട്ട് വരുന്ന കണ്ടപ്പോ ഉഖ്ബ പറഞ്ഞു, നിങ്ങൾ മദീനക്കാരാണ്, നിങ്ങൾ വരണ്ട, പിന്നെ മക്കാര് വരട്ടെ. എന്തിനീ ഓരോ ഗ്രൂപ്പാക്കാം തമ്മിൽ. സ്വഹാബത്തിനെ ഗ്രൂപ്പാക്കാം. നീ അതിന്റെ ആളല്ലേ, നീ ഇന്റെ ആളല്ലേ, നീ മദീനക്കാരനാണ്, നീ മക്കാരനാണ് എന്ന് പറഞ്ഞ് രണ്ട് നാടിന്റെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായി ശ്രമിച്ചു. എന്നിട്ട് അവര് പറഞ്ഞു, മുഹമ്മദിന്റെ അനുയായികൾ അവര് വേണ്ട, മദീനക്കാര് വേണ്ട, മക്കാർ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കാണ് സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കടാ വിശ്വാസികളുടെ മുതലുകൾ തിന്നു വീമ്പളം കണ്ടട നീജന എന്ന് വേർപെടുത്തും നീ തലതടിയെന്ന് ബഹുനേരം പോരാടുന്നു ജനഭൂമിയ ബഹുവന്യർ സുബൈറുൽ പാതങ്ങൾ ബഹുനേരം പോരാടുന്നു ജനഭൂമിയ. മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞിടത്തേണ്ടി, നീ ഞങ്ങളെ ഗ്രൂപ്പാക്കണ്ട, ഞങ്ങളെ വേർതിരിക്കണ്ട, ഞങ്ങളെ മുതലുകൾ തിന്നിട്ട് നീ വീമ്പടക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സുബൈർ റളിയല്ലാഹു അൻഹു ഉഖ്ബയുടെ മുമ്പിലേക്ക് അങ്ങോട്ട് ചാടി. സുബ്ഹാനല്ലാഹ്. ഒരു ഭാഗത്ത് റസൂലുള്ളാഹിയും 700ഓളം സ്വഹാബികള്, മറുഭാഗത്ത് അബൂ സുഫിയാനും 3000ഓളം പട്ടാളക്കാര് നോക്കി നിൽക്കുമ്പോഴേക്കാണ് സുബൈർ റളിയല്ലാഹു അൻഹു ഉഖ്ബയുമായുള്ള പോരാട്ടം അങ്ങോട്ട് ആരംഭിച്ചു. അടിയടി അടക്കളഞ്ഞിട ക്ഷണമേ കണകണ സൗത്തതിനായ കടുകഞ്ഞിട് പൊടിപടല അടിയടി അടക്കളഞ്ഞിട ക്ഷണമേ അട്ടാശയിലേക്കൊന്ന് ഭാവീണോ മട്ടിൽ തലപിൽ തോന്നികൾ ഒന്നാകെ പൊങ്ങുന്നു. സുബൈർ റളിയല്ലാഹു അൻഹു ഉഖ്ബയുമായുള്ള പോരാട്ടം ആരംഭിക്കപ്പെട്ടു പോയി. പടക്കളത്തിൽ വെച്ചുകൊണ്ട് ആരാണ് ഉഖ്ബ, ആരാണ് സുബൈർ, ആർക്കും തിരിച്ചറിയുന്നില്ല. രണ്ടുപേരും ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ്. ആരും ആറിനേക്കാൾ കുറവല്ല. ഉഖ്ബയുടെ കയ്യിൽ എല്ലാ ആയുധങ്ങളുണ്ടെങ്കിൽ
സുബൈർ റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു വാൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആറ്റം ബോംബിനേക്കാളും വലുതൊരു ആയുധം മഹാനക സുബൈർ റളിയല്ലാഹുവിന്റെ കയ്യിലുണ്ട്. അതാണ് കറകളഞ്ഞ ഈമാൻ, അതാണ് കറകളഞ്ഞ വിശ്വാസം. ആ ഈമാനുമായി കൊണ്ട് ഉഖബയുമായുള്ള പോരാട്ടം അത്ഭുതകരമായി ഇറങ്ങേറുകയാണ്, അതിശയകരമായിട്ട് ഇറങ്ങേറുകയാണ്. ആരാണ് സുബൈർ, ആരാണ് ഉഖബ, ആയിരിക്കും തിരിച്ചറിയാതെ രണ്ടുപേരും അങ്ങ് പൊരുതി സമയങ്ങളില്ല കേട്ടോ. എട്ടുകളെ കൊണ്ട്, കുട്ടുകളെ കൊണ്ട്, തട്ടുകളെ കൊണ്ട്, ചച്ചുകളെ കൊണ്ട് ഈപ്പലുകൾ മേൽപോട്ട് പാറുകയാണ്. വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണ്, വാളും തവണവും കൂട്ടിമുട്ടുകയാണ്, വാളും താട്ടുകളും കൂട്ടിമുട്ടുകയാണ്. ഈപ്പലുകൾ മേൽപോട്ട് പാറുന്നു. അവസാന മഹാനക സുബൈർ തന്റെ വാളം നോക്കി പിടിച്ചുകൊണ്ട് ഇതാ ഭീകരവാദി, എനിക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാളങ്ങോട്ട് പൊക്കി അല്ലാഹു അക്ബർ ബിസ്മില്ലാഹി തവക്കലതു അലല്ലാഹ്. പടക്കളത്തിൽ അങ്ങോട്ട് വീണോ. പടക്കളത്തിൽ വീണപ്പോഴേക്കാണ് അതാ വരുന്നു ആരി. അതികാണനം എനിക്കുമെന്റെ തള്ളത്തെ, അതികാണനം എനിക്കുമെന്റെ തള്ളത്തെ. ഇന്നിരകത്തേക്ക് നീയും നിന്നെയായേക്ക് അതികാണനം എനിക്കുമെന്റെ തള്ളത്തെ, അതികാണനം എനിക്കുമെന്റെ തള്ളത്തെ. ഇന്നിരകത്തേക്ക് നിങ്ങൾ കാണത്തുണ്ടെങ്കിൽ ഇറങ്ങുക, ജീവിക്കാൻ പുതിയെങ്കിൽ മടങ്ങു ശീഘ്രം. നിങ്ങൾ കാണത്തുണ്ടെങ്കിൽ ഇറങ്ങുക, ജീവിക്കാൻ പുതിയെങ്കിൽ മടങ്ങു ശീഘ്രം. മുഹമ്മദ് ഞാൻ നിന്നെ സ്വർഗം കാണിക്കുന്നേ, മുഹമ്മദ് ഞാൻ നിന്നെ സ്വർഗം കാണിക്കുന്നേ. ഇന്ന് നരകത്തേക്ക് നീയും നിന്നെ ആയേക്ക് അതികാണനം എനിക്കൊന്ന് എന്റെ തൊള്ളത്ത്, അതികാണനം എനിക്കൊന്ന് എന്റെ തൊള്ളത്ത്. ഇന്ന് നരകത്തേക്ക്. അപ്പോഴേക്കാണ് വീണ്ടും ഒരു പട്ടാളക്കാരൻ പടക്കളത്തിലേക്ക് ഇറങ്ങി. അദ്ദേഹത്തിന് തൽഹത്ത് എന്നാണ്. ആ പട്ടാളക്കാരൻ പറഞ്ഞു, മുഹമ്മദേ നീ പറയാറുണ്ടല്ലോ എന്ത്, ഞങ്ങൾ ചത്താൽ നരകത്തിൽ, നിങ്ങൾ ആരെങ്കിലും മരിച്ചാൽ സ്വർഗത്തിൽ, അല്ലെ മുഹമ്മദേ? തലത്തി വയ്ക്കുക. നീ പറയാറുണ്ടല്ലോ ഞങ്ങളിൽ നിന്ന് നിങ്ങളെ വാളുകളാൽ ഞങ്ങൾ ചത്താൽ ഞങ്ങൾ നരകത്തിൽ, ഞങ്ങളെ വാളാൽ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ, അല്ലേ? എങ്കിലും മുഹമ്മദേ ഞാൻ നിനക്ക് സ്വർഗം കാണിക്കാൻ വേണ്ടി പോകുകയാണ്, നിനക്ക് ഞാൻ സ്വർഗം കാണിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ധിക്കാരി ആനായ പ്രവാചകനെ വെല്ലുവിളിച്ചുകൊണ്ട് തൽഹത്ത് പടക്കളത്തിലേക്ക് ഇറങ്ങി. തൽഹത്ത് പടക്കളത്തിലേക്ക് ഇറങ്ങി എന്ന് മാത്രം അല്ല, രംഗം കണ്ട് താരത്ത് ഇരുചേരിയമ്മ, രംഗം കണ്ട് താരത്ത് ഇന്ന് നരകത്തേക്ക്. അപ്പോഴേക്കാണ് ആ പട്ടാളക്കാരൻ പടക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് മുഹമ്മദ് ഇറങ്ങി വാ, നരകം കാണിക്കാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോഴേക്ക് മഹാനായ പ്രവാചകൻ വിളിച്ച് അലി ലബ്ബൈക വസഅദൈക യാ റസൂലുള്ളാഹ്. അലിയാർ തങ്ങൾ കടന്നു വന്നു. അലിയെ പോകൂ, അവനെ പാഠം പഠിപ്പിച്ചു വിടൂ. മഹാനായ അലി റളിയല്ലാഹു അൻഹു പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. രണ്ടീ ഭാഗം ജനങ്ങൾ ജിജ്ഞാസയോടെ ആകാംക്ഷയോടെ വീക്ഷിക്കുകയാണ്. ആ നോക്കി നിൽക്കുമ്പോഴേക്കാണ് അലി റളിയല്ലാഹു അൻഹു തൽഹത്തുമായുള്ള പോരാട്ടം ഇറങ്ങുകയാണ്. അത്ഭുതകരമായ പോരാട്ടം, മണിക്കൂറുകളോളം പോരാട്ടം, ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം. അവസാനം അക്കബയും അലിമങ്ങ് പൊരുതി അലിയുടെ വെട്ടും കുത്തുമേറ്റുകൊണ്ട് അക്കബ അങ്ങോട്ട് താഴെ വീണു. താഴെ വീണപ്പോൾ അലി റളിയല്ലാഹു അൻഹു കൊല്ലാൻ വേണ്ടി ഇങ്ങനെ പോയി വാളും പോയപ്പോൾ തങ്ങായിന്റെ പോസ്റ്റ് ഓഫീസ് പുറത്താ. ഡ്രസ്സൊക്കെ കഴിഞ്ഞിട്ട് മുണ്ടൊക്കെ കഴിഞ്ഞു പോയിട്ട് പോസ്റ്റ് ഓഫീസ് പുറത്ത് കണ്ട് അലിയാർ തങ്ങൾ ഇത് കണ്ടപ്പോൾ നഗ്നദേഹത്തെ കണ്ടപ്പോൾ മടങ്ങുന്നതി, അത് കണ്ടപ്പോൾ കുന്നിടനടിയരുളി. നഗ്നദേഹത്തെ കണ്ടപ്പോൾ മടങ്ങുന്നതി, അത് കണ്ടപ്പോൾ
ദുഷ്ടനുയിർ വീടുന്നേ തുൽപുൽക്കാർ വീശുന്നേ ദുഷ്ടനുയിർ വീടുന്നേ ഇന്ന് നരകത്തേക്ക്. ഈ നഗ്നത കണ്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു മുഖം പൊക്കിക്കൊണ്ട് മടങ്ങി. അപ്പൊ റസൂൽ പറഞ്ഞേ, അലി വേണ്ട, അവനെ കാര്യം കഴിക്കണം, അത് അപകടമാണ്, വേദനിപ്പിച്ച് വിട്ടാൻ പറ്റൂല, വേണ്ടതുപോലെ ചെയ്യണം. അലിയാറങ്ങ് ചെയ്വെടുക്കുന്നു, വേണ്ടതുപോലെ അങ്ങോട്ട് ചെയ്തപ്പോഴേക്കാണ് ഈ തൽഹത്തിന്റെ അനുജൻ അതാ ഉസ്മാൻ വരുന്നു പടക്കളത്തിലേക്ക്. തൽഹത്തിന്റെ അനുജൻ ഉസ്മാനാകുന്നു പടവേട്ടാക്കി ചേട്ടന്റെ കത്തിലതിനും അധികാരം വീട്ടിടോടെ മുൻപിൽ വരവാ. തൽഹത്തിന്റെ അനുജൻ ഉസ്മാനാകുന്നൊരു പടവേട്ടാനിപ്പോൾ വരജാ. ചേട്ടന്റെ കത്തിലതിനും പ്രതികാരം വീട്ടിടോടെ മുൻപിൽ വരവാ. കടികം വീശുന്നതോ ചോറായാടർക്കലമിൽ മുസ്ലിം സൈന്യത്തിനു നേരെ നബിയവരെ നിന്നിച്ചു അട്ടാത്ത പൊറുളർത്തിടലേ. യുദ്ധം ചെയ്താനറിയുന്നോനാരോ ആണ്ടിറങ്ങും എന്നും ദില്ലിപ്പോ പറയട്ടെ. കടകം പിടിച്ചു ഭയം കൊള്ളാരത്തിനും കാറ്റുമെന്നോട്ടെ. ഉസ്മാൻ പടക്കളത്തിലേക്ക് ഇറങ്ങി. തീവ്രവാദിയാണോ ഭീകരവാദിയാണോ ഉസ്മാൻ? ഉസ്മാൻ പടക്കളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് വെല്ലുവിളിച്ചു, മുഹമ്മദ് എന്റെ ജ്യേഷ്ഠനെ നിങ്ങൾ കൊന്നുവല്ലേ, അതിന് പ്രതികാരം കിട്ടാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് തൽഹത്തിന്റെ സഹോദരൻ ഉസ്മാൻ റസൂലുള്ളാഹിനെ വെല്ലുവിളിക്കാൻ സ്വഹാബത്തിനെ ചീത്ത പറയാൻ തുടങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യാ ഹംസ പോകൂ, ആ മതമളകിയാനെ പിടിച്ചുകൊണ്ടോ. ഹംസ റളിയല്ലാഹു അൻഹു തക്ബീർ അങ്ങോട്ട് മുഴുക്കി അതാ കയ്യിൽ വാളുമായിക്കൊണ്ട് അതാ പടക്കളത്തിലേക്ക് ഇറങ്ങി എന്ന് മാത്രമല്ല, സമയത്തി നിന്നിട്ടുമ്പോൾ സൂര്യൻ അന്തത്തൊലിയ തീരി അടുത്ത് ക്ഷണമിൽ ക്ഷേമം നീനിക്കുടനെ മാറിപ്പോകല്ലതിന വേഗം പോകേണമണിയ. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ചാടി മഹാനായ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബി ഹംസ റളിയല്ലാഹു അൻഹു പടക്കളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് ഇതാ സഹോദരനായ ഉസ്മാനുമായിട്ട് ഹംസത്തോടങ്ങോട്ട് പൊരുതി. അങ്ങനെ പൊരുതി ഹംസ റളിയല്ലാഹു അൻഹു ഉസ്മാന്റെ കാര്യം അങ്ങോട്ട് കഴിച്ചപ്പോഴേക്കാണ് വരുന്നു അതാ ആരിസ്. എങ്ങനെ തുടങ്ങി വാണി ചമ്മാമതുമേ ഘനഘോരം യുദ്ധം നടന്നേ. ദുഷ്ടന്റെ വെട്ടിനത് ജന്നത്തിൽ ആയി തടും സംസത്രം ആഞ്ഞാടിത്തേ. പൊങ്ങുന്നു പൊടിപടല എതിരുന്നു തടിസകല മിന്നുന്നു സൈത്തിൽ പ്രകാശ. വീഴുന്നു ഉടനടിയ സത്തിന്റെ സൈബിനിര യായുസ്മാൻ തായ വിശേഷ. അള്ളത്തിന്റെ പ്രകാരം ചോദിക്കാൻ ഉസ്മാൻ പടക്കളത്തിലേക്ക് ഇറങ്ങി. ഉസ്മാനെ ഹംസ റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തിയപ്പോഴേക്കാണ് ഉസ്മാന്റെ സഹോദരൻ ആരിസ് പടക്കളത്തിലേക്ക് ഇറങ്ങി. അങ്ങനെയുണ്ടല്ലോ ഒരുപോലെ മനുഷ്യന്മാർ, ഇത് മൂന്നാളാ, ആരിസ്, തല്ലത്ത്, ഉസ്മാൻ. ഇത് മൂന്ന് ഒരു ഉപ്പാന്റെ ഒരു ഉമ്മാന്റെ മക്കളെ സഹോദരങ്ങളാണ്. ഈ മൂന്നാളും വേണ്ടതുപോലെ ബുദ്ധിയില്ലാത്ത ഹംകോ അല്ലെങ്കിൽ ഒരു ഇറങ്ങൂല. കാരണം ജ്യേഷ്ഠന് പോയപ്പോ അനിയൻ പോയപ്പോ മറ്റേ അനിയന് അത് ഇറങ്ങുന്ന ഹംക്ക് 4 പേര് പറയാം. ഈ ഹംക്ക് എന്ന് പറയുമ്പോ ഞങ്ങൾക്കൊരു കാര്യം, പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഹംക്ക് ഉണ്ടായി. ഈ ഹംക്ക് എന്ന് പറഞ്ഞാൽ അത് ആരെന്ന് മനസ്സിലാക്കൊണ്ട് ഞാൻ പറയാം. ഈ ഹംക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോളി. പണ്ട് ഞങ്ങളുടെ ഭാഗത്ത് ഈ ജമാഅത്ത്, ഞങ്ങളുടെ ഭാഗത്തല്ല എല്ലായിടത്തും അങ്ങനെ പണ്ട് കാലത്ത് ഏണിയാടി പങ്കെടുക്കുക കുട്ടികളൊക്കെ ഈ ജമാഅത്ത് കമ്മിറ്റി അത് ഇപ്പളാ. പിന്നെ പണ്ട് ഭരിക്കലായിരുന്നു ഒരു മുത്തവല്ലിയ, ഒരു കാർന്നോർ. ആ നാട്ടിലൊരു കാർന്നോറുണ്ടാകും, അയാൾക്കാണ് പരമാധികാരം. അയാൾക്ക് മുക്തസറെന്നും മുത്തവല്ലി എന്നും പള്ളിക്കാർ